അല്ല, ജയിൽ ഉപദേശക സമിതി അംഗമെന്ന നിലക്ക് മാത്രമല്ല, ഞാൻ പറഞ്ഞു എൻ്റെ MLA ആയിരുന്നു സഖാവ് KV കുഞ്ഞിരാമൻ. CPM-ൻ്റെ പ്രവർത്തകരാണ് അവരൊക്കെ, നേതാക്കന്മാരാണ്. നേതാക്കന്മാരെ കാണാൻ തന്നെ ഞാൻ വന്നത്. ഞാൻ CPM-ൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ കൂടിയാണ്, ജയിൽ ഉപദേശക സമിതി അംഗം കൂടിയാണ്. സ്വാഗതം സൂപ്പർ പ്രൈം ടൈമിലേക്ക്. വിശദമായി അഡ്വക്കേറ്റ് ജയശങ്കർ, പിന്നോട്ടില്ല പിന്നോട്ട്, മുന്നോട്ടിനിയും മുന്നോട്ട് എന്നാണ് പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികളെ ജയിലിലേക്ക് സ്നേഹത്തോടെ പറഞ്ഞു വിടുമ്പോൾ മുഴക്കപ്പെടുന്ന മുദ്രാവാക്യം. എന്തു മുന്നോട്ടാണ് എന്നാണ് കേരളം കരുതേണ്ടത്? കൂടുതൽ രാഷ്ട്രീയ എതിരാളികളെ വെട്ടിക്കൊല്ലണം എന്നുള്ള ഒരു കൃത്യമായ സന്ദേശം തന്നെയാണ് ഈ പിന്നോട്ടില്ല പിന്നോട്ട്, മുന്നോട്ടുണ്ട് മുന്നോട്ട് എന്ന മുദ്രാവാക്യത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അല്ലാതെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തോ, ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ട് ജയിൽവാസം അനുഭവിക്കുന്ന ആളുകളൊന്നുമല്ല. ഇവിടെ വെറും സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരുമല്ല. പോലീസ് അന്വേഷിച്ചു, അത് കഴിഞ്ഞ് CBI അന്വേഷിച്ചു, കുറ്റപത്രം കൊടുത്തു, കോടതി ശിക്ഷിച്ചു, ശിക്ഷാവിധി വന്നു, ഇനി അപ്പീൽ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. എങ്കിൽ പോലും ഒരു കോടതി വിചാരണ ചെയ്ത് സംശയാതീതമായി കുറ്റം തെളിഞ്ഞു എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളുകളാണ് ഈ പോയിട്ടുള്ളത്. അതുമാത്രമല്ല, പാർട്ടിയുടെ നിലപാടെന്താണ്? പാർട്ടിക്ക് ഈ കേസുമായിട്ടൊരു ബന്ധമില്ല. പെരിയയിൽ ഇരട്ടക്കൊല നടന്നു തന്നെ പാർട്ടിക്ക് അറിയില്ല. ആരോ എന്തോ എവിടെയോ പത്രത്തിൽ വായിച്ചു എന്നുള്ളതല്ലാതെ പാർട്ടിക്ക് ഇതുമായിട്ട് ഒരു ബന്ധമില്ല. പാർട്ടിക്കാരും ഇതിനകത്ത് ഇടപെട്ടിട്ടില്ല. പാർട്ടിക്കാരുണ്ട് എന്നുള്ളത് ബൂർഷ്വാ മാധ്യമങ്ങളുടെ കുപ്രചരണം മാത്രമാണ് എന്ന നിലപാടാണ് സഖാവ് AK ബാലനും സഖാവ് MV ഗോവിന്ദനും ഒക്കെ ഇതുവരെ കൈക്കൊണ്ടു. പക്ഷെ എന്റെ സഹ MLA ആയിരുന്നു, CPM പ്രവർത്തകരാണ് അവരൊക്കെ, CPM നേതാക്കന്മാരാണ്, അവരെ കാണാനാണ് വന്നത്. അത് ജയിൽ ഉപദേശക സമിതി അംഗം എന്ന നിലയിൽ മാത്രമല്ല, CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം എന്ന നിലയിൽ തന്നെയാണ് എന്ന് പറയുമ്പോൾ പാർട്ടിക്കാരാണ്, ഞങ്ങൾ പാർട്ടിക്കാരാണ്, അവർ പാർട്ടിക്കാരാണ്, പാർട്ടി ഒറ്റക്കെട്ടാണ് ഇക്കാര്യത്തിലും എന്നല്ലേ? അല്ല, ഞാൻ അതിലേക്ക് വരാം. ജയരാജൻ്റെ പ്രത്യേക സവിശേഷമായ താല്പര്യം മറ്റൊന്നുകൂടിയാണ്. അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാം. ഞാൻ പറയുന്നത്, ഇവിടെ പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടത്തിക്കൊണ്ടിരുന്ന നുണപ്രചരണം, അല്ലെങ്കിൽ പാർട്ടിക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്ന നിലപാട് പരമ അസംബന്ധമാണ് എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നത്. എല്ലാവർക്കും അറിയാം, ഇത് രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിൽ നടത്തപ്പെട്ട കൊലപാതകമാണ്. ഈ 2 ചെറുപ്പക്കാരെ വെട്ടി നുറുക്കിയത് രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഭാഗമായിട്ടാണ്. എന്ന് മാത്രമല്ല, ഈ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടത് മുതൽക്ക് CPM സൈബർ ഹാൻഡിലുകളൊക്കെ പറയുന്നത് പീതാംബരൻ എന്ന് പറഞ്ഞ ഒരു ധീര സഖാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതുകൊണ്ടാണ് ഞങ്ങൾ ഇവരെ 2 പേരെ കൊല്ലേണ്ടി വന്നത്. അവർ മരണം വിലക്ക് വാങ്ങിയതാണ്, എഴുതു വാങ്ങിയതാണ് എന്നൊക്കെ ഒരു ഭാഗത്തുകൂടി പ്രചരണം നടക്കുന്നുണ്ട്. അത് സൈബർ ഗുണ്ടകളുടെ ആക്രമണം മാത്രമാണ്. അതേസമയത്ത് പാർട്ടിയുടെ ഔപചാരികമായ നിലപാട്, ഔദ്യോഗികമായ നിലപാട് പാർട്ടിക്ക് ഇതുമായിട്ടൊരു ബന്ധമില്ല എന്നുള്ളതാണ്. അതേസമയത്ത് പാർട്ടി നേതാക്കന്മാരാണ്. കുഞ്ഞിരാമൻ MLA ആയിരുന്ന ആളാണ്. മറ്റുള്ളവരൊക്കെ പാർട്ടിയുടെ പ്രവർത്തകരും പാർട്ടിയുടെ ഭാരവാഹികളുമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ശിക്ഷിച്ചിരിക്കുകയാണ്. ഗൂഢാലോചന കുറ്റം തെളിഞ്ഞ് ശിക്ഷിക്കപ്പെട്ടവരുണ്ട്, കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരുണ്ട്. എല്ലാവരും പാർട്ടിക്കാരാണ്. അല്ലാതെ ഈ കൊല ചെയ്തവർക്ക് ആർക്കും കൊല്ലപ്പെട്ട കൃപേഷനോടോ ശരത്ലാലിനോടോ വ്യക്തിപരമായിട്ട് യാതൊരു വൈരാഗ്യവും വിരോധവും ഒന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ വിരോധം, അവരുടെ വൈരാഗ്യം രാഷ്ട്രീയം മാത്രമായിരുന്നു. അപ്പോൾ രാഷ്ട്രീയ വൈരത്തിൻ്റെ പേരിൽ 2 ചെറുപ്പക്കാരെ കൊല ചെയ്തു. ആ പ്രതികളെ രക്ഷിക്കാനായിട്ട് പോലീസ് കിണഞ്ഞ് പരിശ്രമിക്കുന്നു. ഈ കൊല ചെയ്യപ്പെട്ടവരുടെ മാതാപിതാക്കൾ കോടതിയെ സമീപിച്ച് ഇത് CBIക്ക് വിടാനുള്ള ഉത്തരവ് വാങ്ങുന്നു. അതിനെതിരെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ കൊടുക്കുന്നു. അതിനെതിരെ സുപ്രീം കോടതിയിൽ പ്രത്യേക അനുമതി ഹർജി കൊടുക്കുന്നു. കോടിക്കണക്കിന് രൂപ ഇതിനു വേണ്ടി ചിലവാക്കും. ഞാൻ നിങ്ങളൊക്കെ നികുതി അടയ്ക്കുന്ന പൈസയിൽ നിന്നാണ്, അല്ലാണ്ട് പിണറായി വിജയന് സ്ത്രീധനം കിട്ടിയ കാശല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും നേതാവിൻ്റെ വസ്തു വിറ്റ പൈസ കൊണ്ടല്ല ഈ സുപ്രീം കോടതിയിലൊക്കെ പോയത്. അങ്ങനെ പണമെടുത്ത് അർമാദിക്കുന്നു. അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇവരെ കുറ്റക്കാരാണെന്ന് കാണുമ്പോൾ പാർട്ടിക്ക് ഇതുമായിട്ടൊരു ബന്ധമില്ല എന്ന് പറയും. അത് കഴിഞ്ഞ് അവർ ജയിലിലേക്ക് പോകുമ്പോൾ ആ ജയിലിൻ്റെ വാതിക്കൽ മുദ്രാവാക്യം വിളിക്കും. ഇത് ഒറ്റപ്പെട്ട സംഭവമേ അല്ല, അനവധി ഉദാഹരണങ്ങളുണ്ട്. MV രാഘവൻ്റെ ആത്മകഥ വായിച്ചവർക്കറിയാം. 1970 ഓടിക്കൊണ്ടിരുന്ന ഒരു KSRTC ബസ് തടഞ്ഞു നിർത്തി പെട്രോൾ ഒഴിച്ച് കത്തിച്ച സംഭവമുണ്ടായിട്ട് കാവശ്ശേരി തീവപ്പ് കേസ് എന്നാണ് പറയുക. 4 നിരപരാധികൾ അവിടെ വെന്ത് മരിച്ചു. അവരാകെ ചെയ്ത തെറ്റ് KSRTC സമരം നടക്കുന്ന സമയത്ത് ഒരു KSRTC ബസ്സിൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നുള്ളതാണ്. നിരവധി പേർക്ക് പൊള്ളലേറ്റു. അന്നും പാർട്ടി എടുത്ത നിലപാട് പാർട്ടിക്ക് ഇതുമായിട്ടൊരു ബന്ധമില്ല, ആരോ എന്തോ ചെയ്തു, എവിടെയോ കത്തിച്ചു എന്നാണ്.
പക്ഷേ ഇതിൻ്റെ എല്ലാവരും പാർട്ടി പ്രവർത്തകരായിരുന്നു. അവരെ പാർട്ടി നിയമപരമായ സംരക്ഷണം കൊടുത്തു, വക്കീലിനെ വെച്ച് വാദിച്ചു. സുപ്രീം വിചാരണ കോടതി 3 പേരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. പിന്നീട് എന്താണ് വധശിക്ഷ ജീവപര്യന്തമാക്കി കുറച്ചു. അവർ ജയിൽ ശിക്ഷ അനുഭവിച്ചു. അന്ന് പാർട്ടിയുടെ നിലപാട് പാർട്ടിക്ക് ബന്ധമില്ലെന്ന്. TP ചന്ദ്രശേഖരൻ്റെ കേസ് നമുക്കറിയാം. ഇനി ഈ മുദ്രാവാക്യം വിളിച്ച കേസ് ഏറ്റവും കൗതുകരമായിട്ടുള്ളത് നമ്മുടെ KT ജയകൃഷ്ണനെ വെട്ടിക്കൊന്ന കേസാണ്. അതിൽ 5 പേരെ വിചാരണ കോടതി തൂക്കിക്കൊല്ലാൻ വിധിച്ചു. അന്ന് തലശ്ശേരി കോടതിയുടെ മുമ്പിൽ സഖാവ് EP ജയരാജൻ്റെ നേതൃത്വത്തിലാണ് ധീര സഖാക്കൾ പ്രകടനം നടത്തിയത്. ഈ കേസ് ശിക്ഷിച്ച ചന്ദ്രദാസ് എന്ന് പറഞ്ഞ ജില്ലാ ജഡ്ജിയുടെ പേരെടുത്ത് പറഞ്ഞ് തട്ടിക്കളയും കട്ടായം എന്ന് മുദ്രാവാക്യം വിളിച്ചു. ചന്ദ്രദാസ് തെമ്മാടി തട്ടിക്കളയും കട്ടായം എന്നാണ്. ഈ ചന്ദ്രദാസ് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെന്നിരിക്കില്ല. അദ്ദേഹം തൃശ്ശൂർ സ്വദേശിയാണ്. അഡ്വക്കേറ്റ് വീരേന്ദ്രമേനോൻ്റെ ജൂനിയറായിട്ട് പ്രാക്ടീസ് തുടങ്ങിയതാണ്. ചന്ദ്രദാസിനെ പിന്നീട് എനിക്ക് കാണാൻ അവസരമുണ്ടായി. അന്നും അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഗൺമാൻ ഉണ്ടായിരുന്നു. ഏത് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷവും ചന്ദ്രദാസ് ഒരു ഗൺമാൻ്റെ പിന്തുണയോടിട്ടാണ് നമ്മുടെ നാട്ടിലിറങ്ങിയെടുത്തത്. അങ്ങനെയാണ് ഇവിടുത്തെ സാധാരണ രീതി. അത് തന്നെയാണ് ഇവിടെ അനുവർത്തിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇനി ഈ കേസ് ശിക്ഷിച്ച ശേഷാദ്രിനാഥൻ എന്ന് പറഞ്ഞ ജില്ലാ ജഡ്ജിക്ക് പോലീസ് സംരക്ഷണം അനുവദിക്കുമോ, അദ്ദേഹത്തിന് ഗൺമാനെ കൊടുക്കേണ്ടി വരുമോ എന്നറിയില്ല. അപ്പോൾ ആ രീതിയിൽ പാർട്ടി വലിയ സിദ്ധാന്തങ്ങളൊക്കെ പറയും, ഭരണഘടനാ ധാർമ്മികതയെ പറ്റിയൊക്കെ പറയും. പക്ഷേ ചെയ്യുന്നത് ഒന്ന്, പറയുന്നത് ഒന്ന്, പ്രവർത്തിക്കുന്നത് വേറൊന്ന് എന്നുള്ളതാണ് ഒരു സാധാരണ രീതി. അതുകൊണ്ട് ഇതൊന്നും കേട്ടാൽ എനിക്ക് യാതൊരു അനുഭവമൊന്നുമില്ല. പിന്നെ P ജയരാജൻ്റെ സവിശേഷ താല്പര്യം മറ്റൊന്നാണ്. അത് ഞാൻ അടുത്ത ഘട്ടത്തിൽ പറയാം. ശരി, ഞാൻ എങ്കിലേക്ക് വരാം. ഇപ്പോൾ കൃപേഷിൻ്റെ അച്ഛൻ ശ്രീ കൃഷ്ണൻ കൂടി നമ്മളോടൊപ്പം ചർച്ചയിലുണ്ട്. ശ്രീ കൃഷ്ണൻ, പരസ്യമായ പിന്തുണയാണ് ഇത്. CPIM സിന്ദാബാദ് എന്നു തന്നെ വിളിച്ചുകൊണ്ടാണ് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നത് ജയിലിന് മുന്നിൽ തടിച്ചുകൂടിയ ആളുകൾ. രാഷ്ട്രീയ കൊലപാതകമല്ല എന്നുള്ളതായിരുന്നല്ലോ ഏറ്റവും വലിയ വാദം. പിന്നെ എന്തിനാണ് ആ പ്രതികൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് CPIM സിന്ദാബാദ് എന്ന മുദ്രാവാക്യം അവിടെ ഉയരുന്നത്? അങ്ങനെ പരസ്യമായ പിന്തുണ ഇപ്പോഴും നൽകുന്നുണ്ട് എന്നത് കാണുമ്പോൾ തോന്നുന്നത് എന്താണ്? എന്ന് വെച്ചാല് ഇവര് ഇന്നത്തെ ജയരാജന്റെ സന്ദേശം ഈ പ്രതികളെ കണ്ണൂർ ജയിലിൽ കൊണ്ടുവരുമ്പോൾ അവിടെ കുറെ പ്രവർത്തകരെയും കൂട്ടി ഈങ്ക്ലാം വിളിക്കുന്നത് നമ്മൾ ഇവിടെ കണ്ടിരുന്നു. അതുമാതിരി തന്നെ അവിടെ ജയരാജൻ അവർക്ക് നല്ല സന്ദേശം കൊടുക്കുന്നു, സന്തോഷം കൊടുക്കുന്നു. അതേമാതിരി ഇവിടെ പ്രതികൾക്ക് വെറുതെ വിട്ട പ്രതികളെ വീട്ടിലും പിന്നെ ശിക്ഷിച്ച വീട്ടിലും ഇന്ന് കിട്ട MLA ഓരോ കുഞ്ഞമ്പു, അതുമാതിരി ജില്ലാ സെക്രട്ടറി ബാലകൃഷ്ണൻ, അതുമാതിരി രാജഗോപാലൻ, പയ്യന്നൂർ ജയിച്ച രാജഗോപാലൻ, ഇന്നലെ ഒരു വീടെല്ലാ 24 പ്രതികളെ വീട്ടിലേക്കും ഇന്ന് സന്ദേശം നടത്തി 2 മണിക്കൂർ കല്ലുവിട്ട നാട്ടിൽ എല്ലാ വീട്ടിലും ഇന്ന് പോയി അവരെ തിരിച്ചു പോയിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ സന്ദേശം ഇവർ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഈ രാഷ്ട്രീയ കൊലയല്ല, ഇത് വ്യക്തിപരമായ കൊലയാണ് പിതാവിന് ചെയ്തത്. ഈ കൊല ഒന്നാമത് പിതാവിൻ്റെ വീട്ടിൽ പോലും ഇന്ന് അവർ പോയിരുന്നു. അത് എന്ത് സന്ദേശം കൊടുക്കുന്നതെന്ന് ഈ കേരള ജനങ്ങൾക്ക് എന്ന് നമ്മൾക്കൊന്നും മനസ്സിലാവില്ല. ഇതിൻ്റെ പൂർണ്ണ പിന്തുണയോട് കൂടിയിട്ടാണ് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർ അറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു പ്രവൃത്തിയാണെന്ന് ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായിരിക്കും. ഇത് മനസ്സിലായെന്ന് ഇനി ആർക്കും ഒന്നുമില്ല. എല്ലാം അരിയാഹാരം കഴിക്കുന്ന വ്യക്തി ജനങ്ങളാണ് കേരളത്തിൽ. അതുകൊണ്ട് എല്ലാവർക്കും ഇത് മനസ്സിലായിരിക്കുന്നു ഈ സന്ദേശത്തോടുകൂടി. പണ്ട് പാർട്ടിയുടെ നേതാക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട് പാർട്ടിക്ക് സ്വന്തം പോലീസും കോടതിയും ഒക്കെ ഉണ്ട്, എന്ത് ചെയ്യാനാണ്. പക്ഷേ ഇക്കാലത്ത് പാർട്ടി കോടതിയിലല്ലേ കേസ് വന്നത് എന്നുള്ളത് കൊണ്ടായിരിക്കാം രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന ആവർത്തിച്ച വാദമുണ്ടായിട്ടും അത് നിഷേധിക്കപ്പെട്ട് ഇവരൊക്കെ ജയിലിലേക്ക് പോവുകയും ചെയ്യുന്നത്. ശ്രീ ജോസഫ് സി മാത്യു, കമ്മ്യൂണിസ്റ്റുകാരെ തടവറ കാട്ടി പേടിപ്പിക്കേണ്ട. ഇടക്കാലത്ത് ഒരു സിനിമയിൽ കേട്ടിരിക്കുന്നു കണ്ണൂർ ജയിൽ ആണുങ്ങൾക്കുള്ളതാണെന്ന്. സിനിമാ ഡയലോഗ് കൊണ്ട് പറയുന്നതാണ് കേട്ടോ, രാഷ്ട്രീയ ബോധം അപ്പുറത്ത് നിൽക്കട്ടെ. ആ രീതിയിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് തടവറ ഒരു സ്വാഭാവികമായി പറഞ്ഞു വെച്ചതാണ്. P ജയരാജന്റെ വാക്കുകൾ തന്നെയാണ് കേട്ടോ. അവരെ തടവറ കാട്ടി പേടിപ്പിക്കേണ്ട, അക്രമ സംഭവങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് പാർട്ടി നിലപാട്. പക്ഷേ വലത് മാധ്യമങ്ങളുടെ പാർട്ടി വിരുദ്ധ ജ്വരം അത് തുറന്നു കാണിക്കേണ്ട സമയമാണ് തുടങ്ങിയതൊക്കെയാണ്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ തടവറ പേടിയില്ലാത്തത് സഹജീവി സ്നേഹത്തിന് വേണ്ടി പോരാടാൻ ഇറങ്ങുമ്പോഴാണ്. അല്ലാതെ റോഡിലിട്ട് ജനാധിപത്യ കാലത്ത് ആളുകളെ വെട്ടിക്കൂട്ടി കൊന്നിട്ട് അതിൽ നിയമവ്യവസ്ഥ അനുസരിച്ച് കുറ്റം വിധിക്കപ്പെട്ട് ശിക്ഷ വിധിക്കപ്പെട്ട് ജയിലിലേക്ക് പോകുമ്പോൾ അവിടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണോ കൂറു പ്രഖ്യാപനം വേണ്ടത്? മാധു, എനിക്ക് തോന്നിയത് ഈ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ കാപട്യം കുറവുള്ള നേതാവാണ് P ജയരാജൻ എന്നാണ് ഇന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. കാരണം ഈ പെരിയ കൊലക്കേസ് ആയാലും TP ചന്ദ്രശേഖരൻ്റെ കൊലക്കേസായാലും
നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം ഇത് CPM-ന്റെ ഒരു വിഭാഗമെങ്കിലും വളരെ ആസൂത്രിതമായിട്ട് നടത്തിയ രാഷ്ട്രീയ കൊലപാതകമാണെന്നുള്ളത്. രാഷ്ട്രീയ കൊലപാതകം എന്ന് പറയുമ്പം ശരിക്ക് അതുതന്നെ തെറ്റാണ്. നേരത്തെ മാധു ചോദിച്ചതുപോലെ എന്താണ് ഇതിൽ രാഷ്ട്രീയം? എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഉള്ള ഒരാൾ പോക്കറ്റടിക്ക് ജയിലിലായാൽ അത് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ തടവറ എന്നുള്ള രീതിയിൽ ഇവർ വിശേഷിപ്പിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവരെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറയുന്നത് ഒരു സംഘടനയിലെ മെമ്പർഷിപ്പ് മാത്രമാണ്. അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഈ കൃപേഷിലും ശരത് ലാലിലും ഒക്കെ ഒരു വർഗശത്രുവിനെ കണ്ടെത്തുക എന്നുള്ളത് എത്ര ആലോചിച്ചാലും നമുക്ക് മനസ്സിലാവില്ല. ആകെപ്പാടെ കക്ഷി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഇവർ വോട്ട് പിടിക്കുന്നതിലെ ചില അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മുറുമുറുപ്പുകൾ പറഞ്ഞുകൊണ്ട് ഇവിടെ അരിഞ്ഞു വീഴ്ത്തുകയാണ്, അല്ലെങ്കിൽ വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിൽ അരിഞ്ഞു വീഴ്ത്തുകയാണ്. അപ്പോൾ അതിന് സംഘം ചേരുന്നതിനെ നമ്മൾ വിളിക്കുന്നത് ഒരു മോബ്, ഒരു ഗുണ്ടാസംഘം എന്നാണ്. ഇപ്പം ഇന്ന് അവിടുത്തെ ജയിലിൽ ഈ കൊലയാളികളെ കൊണ്ടുവരുമ്പോൾ അവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. സ്ത്രീകളടങ്ങുന്ന ഒരു സംഘം നിന്നിട്ട് മുഷ്ടി ചുരുട്ടി എന്തൊക്കെയോ മുദ്രാവാക്യം വിളിക്കുകയാണ്. ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. മാർക്സൊക്കെ ഇതൊക്കെ കണ്ടാൽ എങ്ങനെയായിരിക്കും അതിനെ വിലയിരുത്തുക എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് അവരുടെ പേരിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇതിനോട് ചോദ്യം ചോദിക്കുമ്പോൾ പറയുന്നത് മുഴുവൻ മാധ്യമങ്ങളെ തെറി മാത്രമാണ്. ആകെപ്പാടെ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യം, കൊലപാതകം ഞങ്ങൾ മാത്രമല്ല ചെയ്തിട്ടുള്ളത്, മറു പാർട്ടിക്കാരും ചെയ്തിട്ടുണ്ട്. അവരുടെ കൊലപാതകങ്ങളെ ഇതുപോലെ നിങ്ങൾ വിമർശിക്കുന്നില്ല. അത് മാധ്യമങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളുടെ ഒക്കെ ഒരു രാഷ്ട്രീയം അതാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് പ്രസ് ക്ലബിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ഈ മാധ്യമ സ്ഥാപനങ്ങളുടെ മുന്നിൽ ഒരു സമരം വെക്കുകയോ അല്ലെങ്കിൽ പൊതുജനങ്ങൾ കൂടുന്നിടത്ത് ഒരു സമരം നടത്തുകയോ ഒക്കെ ചെയ്തുകൊണ്ട് അതിനെ വിമർശിക്കുകയാണ് ചെയ്യേണ്ടത്. എന്തിനാണ് ഈ ജയിലിൻ്റെ മുന്നിലേക്ക് ഈ കൊലക്കേസിലെ പ്രതികളായിരിക്കുന്നവരെ ശിക്ഷ നടത്താൻ വേണ്ടി നിയമ സംവിധാനത്തിൻ്റെ ഭാഗമായി ജയിലിലേക്ക് കൊണ്ടുവരുമ്പോൾ അദ്ദേഹം അവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുക വഴി എന്ത് സന്ദേശമാണ് ഇദ്ദേഹം കൊടുക്കുന്നത്? അവർക്ക് അഭിവാദ്യം അർപ്പിക്കുക വഴി എന്ത് സന്ദേശമാണ് കൊടുക്കുക? അവർക്ക് അഭിവാദ്യം അർപ്പിക്കുമ്പോൾ മാധ്യമ വിമർശനമാണോ നടത്തുന്നത്? അദ്ദേഹത്തിന് പോലും ന്യായീകരിക്കാൻ പറ്റാത്ത, അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നില്ല എന്താണ് അവിടെ ചെയ്യുന്നതെന്ന്. അവിടെ ചെയ്യുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിനും അറിയാം. പക്ഷെ അത് പറയാൻ കഴിയുന്നില്ല. പുറത്ത് പറയാൻ കൊള്ളാത്തതാണ് ചെയ്യുന്നതെന്ന് അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. അദ്ദേഹത്തിന് മാത്രമല്ല, കൈരളി പീപ്പിൾ ചാനലിനും അറിയാം. ഇതത് മാധ്യമ വിമർശനം നടത്തിയല്ലോ. ഞാൻ ആ സമയത്ത് ഈ മാധ്യമങ്ങളെല്ലാം വെച്ച് നോക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും അത് കാണിക്കുന്നുണ്ട്, സ്ക്രോൾ ചെയ്ത് കാണിക്കുന്നുണ്ട്. പീപ്പിൾ TV അത് കാണിക്കുന്നില്ല. കാരണം അവിടെ ഇരിക്കുന്നവർക്ക് ഉളുപ്പുണ്ട്, അതുകൊണ്ട് ഇത് കാണിക്കുന്നില്ല. അപ്പോൾ ഇതാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ പ്രതികളാകുമ്പോൾ മാത്രം നിങ്ങൾ കൊട്ടിഘോഷിക്കും, അവർ പ്രതികളാകുന്നിടത്ത് നിങ്ങൾ നിങ്ങളുടെ വലതുപക്ഷ സ്വഭാവം കാണിക്കും. എന്നിട്ട് അദ്ദേഹം അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു. കൊടിസുനിക്ക് പരോൾ കൊടുത്തപ്പോൾ ഇവിടുത്തെ മനോരമ പത്രം എഴുതി എന്തോ മനുഷ്യാവകാശത്തെ അതൊന്ന് കേട്ടതിന് ശേഷം തുടരാം. കേരളത്തിലെ പ്രചാരത്തിലുള്ള ഒരു പത്രം ഒരു ജീവപര്യന്തം തടവ് ശിക്ഷക്കാരനായിട്ടുള്ള ഒരു പ്രതിക്ക് മനുഷ്യാവകാശ കമ്മീഷൻ്റെ ശുപാർശ അനുസരിച്ച് പരോള് കിട്ടി. അപ്പോൾ അതിന് ആ വാർത്തക്ക് കൊടുത്ത തലക്കെട്ട് കൊടികെട്ടിയ മനുഷ്യാവകാശം എന്നാണ്. അപ്പോൾ മനോരമ പത്രത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്ക് ഇഷ്ടപ്പെടാത്തവർക്കൊന്നും മനുഷ്യാവകാശം പാടില്ലെന്നാണോ അവർ പറയുന്നത്? അപ്പോൾ അതുകൊണ്ട് മാധ്യമങ്ങളുടെ ഈ കോപ്പിരാട്ടി കണ്ടൊന്നും കമ്മ്യൂണിസ്റ്റുകാർ പേടിച്ചു പോകില്ല എന്ന് അത്തരം മാധ്യമങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീ ജോസഫ് സി മാത്യു, അങ്ങത് പറഞ്ഞുകൊണ്ട് മാത്രമല്ല, അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനാണ് കൊടിസുനി എന്നിവർ അംഗീകരിച്ചു. ഇതൊന്നും കണ്ടാൽ പേടിക്കുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുമ്പോൾ തങ്ങൾ വേട്ടയാടപ്പെടുന്നു എന്നും മാധ്യമങ്ങൾ തങ്ങളെ മാത്രം തിരഞ്ഞു പിടിച്ച് വേട്ടയാടുന്നു എന്നുള്ളതിനും അദ്ദേഹം കണ്ടെത്തുന്ന ഉദാഹരണം കൊടിസുനിയാണ്. അപ്പോൾ കുഞ്ഞിരാമൻ മാത്രമല്ല, കൊടിസുനിയും ഇദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനാണ്. സംസ്ഥാന സമിതിയിലുണ്ടോയെന്ന് ഇനി അറിയാനുള്ളൂ. രഹസ്യ മെമ്പർഷിപ്പ് വല്ലതും കൊടുത്തു തുടങ്ങിയോന്ന് നമുക്കറിയാൻ പറ്റില്ല. TP ചന്ദ്രശേഖരനെ അരിഞ്ഞു തള്ളിയിട്ട് ഇവർ നമ്മുടെ അടുത്ത് പറഞ്ഞ എന്താണ്, ഏതോ രാമേന്ദ്രൻ പൂക്കട അവിടെ ഏതാണ്ട് പോയപ്പോൾ തമ്മിലുള്ള ഇതിനാണ് എന്തോ വിരോധമാണെന്ന കഥയാണ് പറയുന്നത്. ആര്? VS അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടപ്പോൾ PV അന്വേഷിച്ച സമിതി രഹസ്യത്തിൽ ചെവിയിൽ ഓതുന്നത് ഇതാണ്.
അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ഇങ്ങനെ തന്നെയാണ്. ഇവിടുത്തെ നിയമ സംവിധാനത്തോടുള്ള വെല്ലുവിളിയാണ് ഈ നടത്തുന്നത്. ഇവിടുത്തെ പൊതുജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഈ നടത്തുന്നത്. അല്ലാതെ ഇത് കമ്മ്യൂണിസം ഒന്നുമല്ല. ഇവർ എത്ര പറഞ്ഞാലും കമ്മ്യൂണിസം, കാരണം കമ്മ്യൂണിസം ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നല്ല, അത് ആഗോള തലത്തിലുള്ള ഒരു സിദ്ധാന്തമാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരുപാട് പേര് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്. ഇവർ ആ ജയിലിൻ്റെ പടിക്ക് കാണിച്ചതിനെ കമ്മ്യൂണിസം എന്ന് വിളിക്കണമെങ്കിൽ ഇവരുടെ അജ്ഞത കൊണ്ട് ഇവർ പറയുന്നു എന്നല്ല, അതൊന്നും പറയാനില്ല. മധു, ഇതിൽ നമ്മളെ ഗൗരവതരമായിട്ട് ചിന്തിപ്പിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഭരണ സംവിധാനം ഇതിന് ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇദ്ദേഹം ജയിൽ ഉപദേശക സമിതി അംഗമാണെന്നാണ് പറയുന്നത്. ഈ ഉപദേശക സമിതി അംഗമാണ് മറ്റേ ടി കെ സജിത്ത്, ഷാഫി, അണ്ണൻ സജിത്ത്, ഇവർക്കൊക്കെ ഇളവ് കൊടുക്കണം എന്ന് ശുപാർശ ചെയ്യുന്നത് ഈ ജയിൽ ഉപദേശക സമിതിയാണ്. ഇദ്ദേഹം ഒരു പക്ഷം പിടിച്ച് പ്രവർത്തിക്കുന്ന ആളാണെന്ന് ഇദ്ദേഹം ഇന്ന് അവിടെ വെച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇദ്ദേഹം ഒരു വിഭാഗം തടവുകാർക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ആളാണ്. അകത്ത് കയറി 5 പേരെ കണ്ടേച്ച് വരുന്ന ആളാണ്. ഇദ്ദേഹം എങ്ങനെയാണ് അകത്ത് കയറി പോകുന്നത്? ഇദ്ദേഹത്തെ പോലുള്ളവർ ഉപദേശക സമിതിയായിട്ട് ഇരിക്കുമ്പോൾ തന്നെ അവിടെ നടക്കുന്നത് വളരെ പക്ഷപാതപരമായിട്ടുള്ള പ്രവർത്തനമാണ്. യഥാർത്ഥത്തിൽ ഈ പ്രതികൾ കണ്ണൂർ ജയിലിൽ ആയിരിക്കുന്നതിനെ തന്നെ ഈ കൃഷ്ണനും മറ്റും ചോദ്യം ചെയ്യേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഇത് അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഇവിടെ ഒരു ഭരണ സംവിധാനമുണ്ട്. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തെക്കുറിച്ച് എന്താണ് കോടതി വിധിയിൽ പറഞ്ഞതെന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ക്രൈംബ്രാഞ്ച് അന്വേഷണം വളരെ പക്ഷപാതപരമായി അവിടുത്തെ ASA ആയിരുന്ന മനോജ് സാക്ഷി കൊടുത്ത മൊഴി ഭാഗികമായി രേഖപ്പെടുത്തിക്കൊണ്ട് പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്ന് കോടതിയിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ CBIയോടുള്ള വിരോധത്തിന്റെ ഒരു പക്ഷം കൂട്ടിലടക്കപ്പെട്ട തത്ത? ക്രൈംബ്രാഞ്ച് കൂട്ടിലടക്കപ്പെട്ട തത്തയല്ലേ, എലിയോ മറ്റേതോ ജീവിയോ ആണ്? അപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്രൈംബ്രാഞ്ചിനെ പക്ഷപാതപരമായി ഉപയോഗിക്കുന്നു, ജയിൽ ഉപദേശക സമിതിയെ പക്ഷപാതപരമായി ഉപയോഗിക്കുന്നു, ജയിലിനെ തന്നെ പക്ഷപാതപരമായി ഉപയോഗിക്കുന്നു, പ്രോസിക്യൂഷനെ വളരെ പക്ഷപാതപരമായി ഉപയോഗിക്കുകയും പൊതുപണം ഉപയോഗിച്ചുകൊണ്ട് പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഭരണം എന്ന് പറയുന്നത് നമ്മുടെ പൊതുപണം എടുത്തുകൊണ്ട് ഇവിടുത്തെ നീതി നിർവഹണത്തെ അട്ടിമറിക്കാൻ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എങ്ങനെയാണ്? നിയമം വഴി സ്ഥാപിതമായ ഈ സംസ്ഥാനത്ത് പ്രീതിയോ വിദ്വേഷമോ ഇല്ലാതെ പ്രവർത്തിക്കാമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വിഭാഗം ക്രിമിനലുകളെ സംരക്ഷിക്കാൻ വേണ്ടി പൊതുപണം വിനിയോഗിക്കുക, അതിനെ കമ്മ്യൂണിസം എന്ന് വിളിക്കുക എന്ന് പറഞ്ഞാൽ ഇവർ ചെയ്യുന്ന പാതകം ഈ സംസ്ഥാനത്തെ ജനങ്ങളോട് മാത്രമല്ല, ഈ ലോകത്തുള്ള മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരോടും കൂടിയാണ്. ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പക്ഷപാതപരമായ പ്രവൃത്തി എന്നുള്ളതാണ് ഇന്നത്തെ കാര്യം കാണിക്കുന്നത്. ഞാനെങ്കിലേക്ക് വരാം. ശ്രീ റെജി ലൂക്കോസ്, സമൂഹത്തിന്, നിയമത്തെ ബഹുമാനിക്കുന്ന ജനങ്ങൾക്ക്, നിയമം സുരക്ഷ ഉറപ്പു നൽകുന്ന പൗരന്മാർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകളെയാണ് നിയമം ശിക്ഷിക്കുന്നത്. അതിൽ വിശ്വസിച്ചാണ് മറ്റുള്ളവർ ജീവിക്കുന്നത്. അങ്ങനെ സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്തത്, ഇപ്പോൾ പെരിയ ഇരട്ട കൊലപാതക കേസാണോ, മറ്റേതെങ്കിലും കേസാണോ, രാഷ്ട്രീയ കേസാണോ, നേരത്തെ പറഞ്ഞതുപോലെ പോക്കറ്റ് അടിയാണോ, അതോടെ നിൽക്കട്ടെ, ഏതു കേസാണ് എങ്കിലും നിയമം ഉൾക്കൊള്ളാൻ കഴിയാത്ത, സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകളെയാണ് തടവറയിലേക്ക് നിയമം പറഞ്ഞു വിടുന്നത്. അവർക്ക് മുന്നോട്ട് എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുമ്പോൾ നിയമത്തെയാണ് വെല്ലുവിളിക്കുന്നത്, സമൂഹത്തിന്റെ സുരക്ഷയാണ് ചോദ്യം ചെയ്യുന്നത്. എന്ത് സന്ദേശമാണ് ഈ പരസ്യ പിന്തുണയിലൂടെ CPM നൽകുന്നത് ജനങ്ങൾക്ക്? അല്ല, അതിലൂടെ പറയാനുള്ളത് ഒരു കൊലപാതകത്തെ തന്നെ ആയിരിക്കാൻ പറ്റത്തില്ല. രാഷ്ട്രീയ കൊലപാതകമാണെങ്കിലും അല്ലെങ്കിലും ആര് ചെയ്താലും 1% പോലും അംഗീകരിക്കാൻ പറ്റത്തില്ല. നഷ്ടപ്പെടുന്ന കുടുംബത്തിനും മാതാപിതാക്കൾക്കുമാണ്. ഈ പറയുന്ന ഇതിനെതിരെ അല്ലെങ്കിൽ ഇതിനനുകൂലമായിട്ട് സംസാരിക്കുന്നവരുടെ ഒന്നും കുടുംബത്തോ വേദനയൊന്നും അവർക്കറിയത്തില്ല. മക്കളെ നഷ്ടപ്പെടുന്ന മാതാപിതാക്കളുടെ ഹൃദയവേദനപരം അത് അനുഭവിച്ചെങ്കിൽ മാത്രമേ അറിയപ്പെടത്തുള്ളൂ. പക്ഷെ ഇവിടെ വിഷയം അതല്ല. വിഷയം അതിലും ഗൗരവമുള്ള കാര്യം എന്ന് പറയുന്നത്, ഇന്നലെ ഒരു വിധി വന്നായിരുന്നു. റിജിത്തിനെ 17 വർഷങ്ങൾക്ക് ശേഷം ആ കൊലപാതകളെ ക്രൂരമായി ആ ചെറുപ്പക്കാരനെ കൊന്നു തള്ളിയവർക്കെതിരെ ഇന്നലെ കോടതി വിധി വന്നു. അവരെ ജയിലിലേക്ക് അടച്ചിരിക്കുകയാണ്. അത് ആ ചെറുപ്പക്കാരൻ്റെ മാതാവ്, അവരുടെ സഹോദരിയും മാധ്യമങ്ങളിലൂടെ ഇന്നലെ കണ്ണീരൊഴുക്കി നിങ്ങളെല്ലാം ടെലികാസ്റ്റ് ചെയ്ത. അപ്പോൾ അവരുടെ വേദനയും അതുപോലെ തന്നെ നിങ്ങളിലൂടെ പറഞ്ഞു. ഇപ്പോൾ എന്നോട് ചോദിച്ചതിന് ഒരു മറുപടിയുണ്ട്. ഞാനതിനെ ന്യായീകരിച്ചൊന്നും പറയുന്നില്ല. എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളിൽ ന്യായീകരിക്കുന്നതിനോട് താല്പര്യമില്ലാത്ത ആളാണ്. പക്ഷേ ധീരജ് എന്ന് പറയുന്ന 21 വയസ്സുള്ള ഏക മകൻ, പാവപ്പെട്ട വീട്ടിലെ പയ്യനെ കുത്തിക്കൊന്ന നിഖിൽ പൈലിയെ കേരളത്തിലുടനീളം അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ പ്രകടനം നയിച്ചു. അയാളെ ജയിലിൽ പോയി വിസിറ്റ് ചെയ്തു. യൂത്ത് കോൺഗ്രസിൻ്റെ അയാൾ ജയിലിൽ റിമാൻഡ് ചെയ്തപ്പോൾ അയാൾക്ക് എരന്ന് വാങ്ങിയ മരണമാണെന്ന് സുധാരൻ പറഞ്ഞു. അന്നൊന്നും നിങ്ങളാരും വിചാരണയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ വൺ സൈഡായിട്ട് സെലക്റ്റീവായിട്ട് ഈ ചർച്ച സംഘടിപ്പിക്കുക, വിചാരണ ചെയ്യുന്നതിന് മാത്രം ചോദ്യം ചെയ്തില്ല. അത് തെറ്റാ. അന്ന് പള്ളിപ്പെരുന്നാളിന് പോയ ആളുകളൊന്നും പറയാനില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുന്നത് ഇത് നോക്കൂ, ധീരജിന്റെ കൊലപാതകമൊക്കെ ദിവസങ്ങളോളം, അഭിമന്യുവിന്റെ കൊലപാതകം ദിവസങ്ങളോളം, ഒരു തിരുവോണ ദിവസം ഈ പറയുന്ന വെഞ്ഞാറമൂട് ഇരട്ടക്കൊലപാതകം
ചർച്ച ചെയ്തിട്ടുള്ളവരാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ. എനിക്ക് വ്യക്തിപരമായി നല്ല ഉറപ്പുണ്ട്. അവിടെ ഈ വിമർശനം ഞാൻ എടുക്കുന്നില്ല. അങ്ങേക്ക് ഈ വിഷയത്തിൽ സംസാരിക്കാൻ കഴിയുമോ? അല്ല, തീർച്ചയായിട്ടും ആ ചർച്ച ഞാനും പങ്കെടുത്തതാണ്. ഞാൻ പറഞ്ഞത് ഈ പേരിയ കൊലക്കേസിലെ 2 ചെറുപ്പക്കാരുടെ മരണത്തെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ടല്ല ഞാൻ ഈ ചർച്ചയിലിരിക്കുന്നത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, വൺ സൈഡ് ആയിട്ട് ചർച്ച ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ CPM മാത്രമാണ് കൊലപാതകൾ എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ച ചെയ്യുമ്പോൾ നോക്കൂ, ഞാൻ മറ്റുള്ളവരൊന്നും സംസാരിച്ചപ്പോൾ ഇടപെട്ടില്ല എന്നൊരു വിമർശനം അങ്ങേക്ക് ഉന്നയിക്കാൻ കഴിയുമായിരിക്കും. എന്നിരുന്നാൽ പോലും പെരിയ ഇരട്ട കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് 2 ദിവസം നമ്മൾ ചർച്ച നടത്തി. ഒന്ന് ആ വിധി വന്ന ദിവസം, മറ്റൊന്ന് ശിക്ഷ വന്ന ദിവസം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന പെരിയ ഇരട്ട കൊലപാതക കേസിനെ ന്യായീകരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും കാര്യമുണ്ടോ, അത് രാഷ്ട്രീയമാണോ എന്നുള്ളതല്ല. ഇന്ന് അവർ ജയിലിലേക്ക് പോയ ദിവസം പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം അടക്കം അവിടെ ചെന്ന് കൊടുത്ത അഭിവാദ്യം, മുന്നോട്ടെന്ന ആഹ്വാനം എന്ത് സന്ദേശമാണ് നൽകുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, അതിനകത്ത് ഒരു ന്യായമെന്ന് പറയാനായിട്ട് സന്ദേശം എന്താണെന്നൊന്നും പറയാൻ ഞാനാണല്ല. അതായത് ഗൂഢാലോചന ആണ് നടത്തിയിരിക്കുന്നത് കുഞ്ഞിരാമൻ XMLAയും അതുപോലെ തന്നെ മുൻ ഏരിയ സെക്രട്ടറി, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ഗൂഢാലോചന നടത്തിയെന്നുള്ളതായിരുന്നു CBIയുടെ കുറ്റപത്രം. ഗൂഢാലോചന സിദ്ധാന്തം കോടതി അംഗീകരിച്ചിട്ടില്ല. പോലീസ് സ്റ്റേഷൻ ഇറക്കിക്കൊണ്ട് പോയതിന് കുറ്റത്തിനാണ് 5 വർഷം തടവ് കൊടുത്തിരിക്കുന്നത്. തെറ്റാണ് തെറ്റ്, കോടതി എന്ന് ഞാൻ തള്ളി പറയാനാണല്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ CPM മാത്രം പോയി ആ പ്രതികൾക്ക് അത് അല്ലെങ്കിൽ പിന്നെ ശിക്ഷിച്ചവരുടെ മുമ്പിൽ പോയി അവർ ഉത്തമ ബോധ്യം ഈ 5 അതും P. ജയരാജൻ എടുത്തു പറയുന്നുണ്ട്, ഞാൻ അതിലെ ഇന്ത്യൻ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പോയതും അവരെ കണ്ട് എൻ്റെ പുസ്തകം കൊടുത്തെന്നും പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ അത് ഒരുപക്ഷെ പാർട്ടി വിശ്വസിക്കുന്നില്ല. അവർ ഏത് രീതിയിലാണ് അവർ കൊലപാതക പട്ടികയിൽ കയറി എന്നുള്ളവരും നമുക്കറിയുന്നില്ല. രണ്ടാമൊരു കാര്യം ഞാൻ പറയാം, CBI സംബന്ധിച്ച ഒരു വിശ്വസ്തയുള്ള ഏജൻസി എന്ന് ആരും കരുതില്ല. അത് പെരിയ കൊലപാതകം നടന്നതിന് ശേഷം നിയമസഭയിൽ M. സ്വരാജ് അന്ന് MLA ആണ്. M. സ്വരാജ് പറഞ്ഞു ആ പ്രതികളാക്കപ്പെട്ടവർ നമ്മുടെ കൂടെയുള്ളവരാണ് എന്നുള്ളത് നമുക്ക് അഭിമാനബോധം നൽകുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു. അന്നത്തെ ദിവസം സൂപ്പർ പ്രൈം ടൈം ചർച്ചയിലിരുന്ന മാതൃഭൂമിയുടെ ഈ ഫ്ലോറിലിരുന്ന് അദ്ദേഹം അത് തന്നെ പറഞ്ഞു. അത് അഭിമാനാർഹമായ ഒരു കാര്യമല്ല. ഏത് കൊലപാതകമാണെങ്കിലും അതിനെ അപലപിക്കേണ്ടതാണ്. ഈ കേസിൽ പ്രതിസ്ഥാനത്തുള്ളവർ പാർട്ടിക്കാരാണ് എന്നുള്ളത് അഭിമാനാർഹമായ കാര്യമല്ല എന്നുള്ളത്. ഇപ്പൊ പ്രതിപട്ടികയിൽ പോയി അവരെങ്ങനെയാണ് ചെന്നത് എന്നെ സംബന്ധിച്ചുള്ള ആശങ്കയൊന്നും പെടുന്നതിൽ കാര്യമില്ല. അന്ന് തൊട്ടേ അത് അങ്ങനെ തന്നെയാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ കേസിൽ ഇത്രയധികം വിവാദങ്ങൾ ഉണ്ടായിട്ടും നോക്കൂ, അവിടെ പോയി നിൽക്കുന്ന ഒരു സംസ്ഥാന സമിതി അംഗമാണ്. അവിടെ പോയി നിന്നിട്ട് അദ്ദേഹം പുസ്തകം കൈമാറുന്ന അദ്ദേഹത്തിന്റെ താല്പര്യം ശരി. പക്ഷേ ഈ പീതാംബരനെ പാർട്ടി പുറത്താക്കിയതാണല്ലോ, അല്ലേ? ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പിടിച്ചിറക്കിയ കുറ്റമല്ലല്ലോ പീതാംബരനുള്ളത്. ഈ അഭിവാദ്യം അർപ്പിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹവും അവിടെ ജയിലിലേക്ക് പോകുന്നുണ്ടായിരുന്നല്ലോ. കൂട്ടിച്ചേർത്താണോ? ഒറ്റ പാക്കേജ് ആയിട്ടായിരുന്നു അഭിനന്ദനവും ആഹ്വാനവും ഒക്കെ? അല്ല, ഞാൻ പറഞ്ഞത് M. സ്വരാജ് നിയമസഭയിൽ പറഞ്ഞത് റെക്കോർഡിലുള്ളതാണ്. നമ്മളത് ചർച്ച ചെയ്തിട്ടുള്ള. ഞാൻ ആ M. സ്വരാജിൻ്റെ അഭിപ്രായത്തോട് ചേർന്ന് നിൽക്കുന്നതിനാണ്. ഞാൻ പറഞ്ഞല്ലോ, കൊലപാതകളെ പിന്നെ ന്യായീകരിക്കാൻ നമ്മളെ കിട്ടത്തില്ല. കാരണം ഞാൻ മനുഷ്യവൃത്തിപ്പെട്ട ഒരാളാണ്, ഒരിക്കലും കിട്ടത്തില്ല. ഞാൻ ഈ പറയുന്ന ഒറ്റ വാദത്തിലെ ഉറച്ചു നിൽക്കുന്നുള്ളൂ. ഇന്നലെ ഒരു കൊലപാതക കേസിലെ പ്രതികളുടെ DYFIക്കാരുടെ പ്രവർത്തകരെ റിജിത്തിനെ കൊന്നതിലെ അവരുടെ പ്രതികളെ ഇതുപോലെ സമാനമായ രീതിയിൽ കോടതി ശിക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ ആ ഇതിൻ്റെ ഒരു സെലക്റ്റീവ് ചർച്ച നടത്തി വിചാരണ ചെയ്തതിന് മാത്രമേ നമുക്കെതിരുള്ളൂ. തീരെ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന് വേണ്ടിയിട്ട് ഇവിടെ രംഗത്തിറക്കി യൂത്ത് കോൺഗ്രസ്സുകാരനെ വിചാരണ ചെയ്യുന്നില്ല. അപ്പൊ ഇവിടെ ഇപ്പുറത്ത് പോയി CPM പ്രവർത്തകർ അതിനകത്ത് അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെ, ഒരു സംശയമില്ല. അവരെ തള്ളിപ്പറയാൻ എനിക്കൊരു വഴിയില്ല. അത് M. സ്വരാജ് മാത്രമല്ല, നിങ്ങൾക്ക് ഓർമ്മയിലേക്ക് ഞാൻ കൊണ്ടുവരാം. ഈ കൊലപാതകം ഉണ്ടായ 1 മണിക്കൂറിനുള്ളിൽ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി P. ജയരാജൻ പറഞ്ഞൊരു കാര്യം, നിയമത്തിന്റെ സാധ്യത മേൽക്കോടതികളുണ്ടല്ലോ, ഞങ്ങൾ പോകുമെന്നാണ്. അത് പാർട്ടി പൈസ ഉപയോഗിച്ചിട്ടായിരിക്കും എന്നുള്ളതെങ്കിലും ഞങ്ങൾ ആത്മവിശ്വാസത്തോടെ ചിന്തിക്കട്ടെ, സമാധാനത്തോടു കൂടിയും. ഇനിയും സർക്കാർ ഖജനാവിൽ നിന്ന് കേസ് പൈസ എടുക്കില്ല എന്ന് വിചാരിക്കട്ടെ. പക്ഷെ ഇതാ നോക്കൂ, അപ്പോഴും സപ്പോർട്ട് ചെയ്യാണ്, അപ്പോഴും പിന്തുണ നൽകുകയാണ്. അല്ല, മാധുവിനറിയാമല്ലോ, നമ്മൾ CBIയെ കുറിച്ച് ആലോചിക്കുക. CBI എന്തിനാ ഇവിടെ വരണം എന്നുള്ള പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്? എന്നാൽ ഇതേ പ്രതിപക്ഷം അവർ ഭരിക്കുന്നുള്ളത് CBI വരരുതെന്ന് പറയുന്നുണ്ടല്ലോ. CBI വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിന്റെ CBIയുടെ കാര്യം ഞാൻ ഇവിടെ പറഞ്ഞില്ല. ഞാൻ ചോദിക്കുന്ന മേൽക്കോടതിയിലേക്ക് പോകാൻ പാർട്ടി തീരുമാനമെടുത്തിട്ടുണ്ടെന്ന് സംസ്ഥാന സമിതി അംഗം പറയുമ്പോൾ അത് പിന്തുണയല്ലേ? നിയമം ശിക്ഷിച്ചവർക്കുള്ള പിന്തുണയല്ലേ? അല്ല, നിരപരാധികളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പാർട്ടി പ്രവർത്തകർ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ അതിനകത്തുണ്ട്. അവർ നിരപരാധിയാണെന്നുണ്ട് തെളിയിക്കാനായിട്ട് മേൽക്കോടതി പോകാനുള്ള ബാധ്യത അല്ലെങ്കിൽ അതിനുള്ള ഉത്തരവാദിത്വം CPMനുള്ള ഏത് പാർട്ടിയായാലും പോകല്ലോ, ഏത് രാഷ്ട്രീയ കക്ഷിയും പോകത്തില്ലേ, ഏതൊരു വ്യക്തിയാണെങ്കിലും പോകത്തില്ലേ, തങ്ങളുടെ സുപ്രീം കോടതി വരെ പോകത്തില്ലേ? ഇവിടെ കോൺഗ്രസിന്റെ പ്രവർത്തകരെ സുപ്രീം കോടതി ഇറക്കി കൊണ്ടുവന്നിട്ടില്ലേ? അവരെ ഹൈക്കോടതി പോലെ ശിക്ഷിച്ചിട്ട്
അപ്പോൾ അതൊന്നും അല്ല അതിനകത്ത് ന്യായീകരണം എന്ന് പറയുന്നത്. അത് പറയാനുള്ള അവകാശമുണ്ട്. കാരണം പാർട്ടി പ്രവർത്തകർ നാളെ നിരവധി എന്ന് കണ്ടെത്തിയാലോ? ഗൂഢാലോചന സിദ്ധാന്തത്തിന്റെ പേരിലല്ല അവർ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ 5 പേരെ. ബാക്കിയുള്ള കൊലപാതകളെ ഞാനും തള്ളി പറയുന്നു. അതാണ് ഞാൻ അങ്ങ് തള്ളി പറയുന്നത്. പക്ഷേ ഈ അഭിവാദ്യം അർപ്പിക്കാൻ പോയ സമയത്ത് ഈ പറയുന്ന 302 പീതാംബരൻ അടക്കമുള്ള നേതാക്കൾ അവിടെ ഉണ്ടായിരുന്നു. അവരെ ഉള്ളിലേക്ക് പോകുമ്പോഴും ഈ പറയുന്ന അതേ മുദ്രാവാക്യം വിളികൾ മുഴങ്ങുന്നുണ്ടായിരുന്നു. അതെങ്ങനെയാണ് സാധിച്ചതെന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ അങ്ങനെയൊക്കെ വരാം, ക്ഷമിക്കണേ, ഞാൻ വരാം. അഡ്വക്കേറ്റ് ജയശങ്കർ, ഞാൻ വരാം ശ്രീ റെജി ലൂക്കോസ്, ഞാൻ വരാം. അഡ്വക്കേറ്റ് ജയശങ്കർ, ഈ കേസിൽ എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക്, വലതു മാധ്യമങ്ങൾ എന്നാണല്ലോ പറയാറ്, മാധ്യമങ്ങൾക്ക് ഈ കേസിൽ മാത്രം എന്താണ് സെലക്റ്റീവ് കണ്ണീര് എന്നുള്ളതാണ്? നോക്കുമ്പോൾ ഈ റിജിത്ത് വധക്കേസ് മാധ്യമങ്ങൾ അത്ര പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യുന്നില്ല. സംഘപരിവാർ കൊലപ്പെടുത്തിയതാണ്, അവരുടെ കണ്ണീര് കാണുന്നില്ല, ഈ റിജിത്തിന്റെ കുടുംബത്തിന്റെ കണ്ണീര് കാണുന്നില്ല എന്ന് ഉള്ളൊരു വിമർശനം CPM ഉന്നയിക്കുന്നുണ്ട്. ഏത് കൊലപാതകമാണെങ്കിലും, നേരത്തെ പറഞ്ഞ പോലെ ഏത് മനുഷ്യനും അവൻ്റെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെടുന്ന കണ്ണീരാണെങ്കിലും നഷ്ടപ്പെടുന്ന ചോരയാണെങ്കിലും അതിനൊരു വില തന്നെയാണ്. ഇവിടെ എന്തുകൊണ്ടാണ് ഇത് കൂടുതൽ വാർത്താ പ്രാധാന്യം അർഹിക്കുന്നത്? ഒരു സംവിധാനം അപ്പാടെ കൂടെ നിൽക്കുന്നതിന്റെ പേരിലല്ലേ? CBI അന്വേഷണത്തെ എതിർക്കാൻ വേണ്ടി സംസ്ഥാന ഖജനാവിൽ നിന്ന് ചെലവാക്കിയത് 88 ലക്ഷം രൂപ, 3 അഡ്വക്കേറ്റ്സിനടക്കം ഏതാണ്ട് 1 കോടി രൂപ. ഒരു സംവിധാനം അപ്പാടെ നിൽക്കുകയാണ്. ഇനി മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോൾ അത് പാർട്ടി കാശാകും, ബക്കറ്റ് വിരി നടത്തിയിട്ടാകുമെന്ന് വേണമെങ്കിൽ വിചാരിക്കാം. ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ കുറിച്ച് നേരത്തെ ശ്രീ ജോസഫ് സി മാത്യു പറഞ്ഞു. ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിക്കപ്പെട്ട 9 ദിവസത്തിനുള്ളിൽ ആ സംഘത്തെ അങ്ങനെ തന്നെ മാറ്റുകയാണ്, ആ സംഘത്തെ ചെതറിച്ച് കളയുകയാണ്. അവിടെ ക്രൈംബ്രാഞ്ചിന് അന്വേഷണം വിട്ടതിന് ശേഷം DYSPക്കും CIമാർക്കും സ്ഥലമാറ്റം ഉണ്ടാകുന്നു, സംഘം അഴിച്ചു പണിയുന്നു, VM മുഹമ്മദ് ബഷീറിനെ തിരിച്ചു വിളിക്കുന്നു, ഇങ്ങനെ പലതുണ്ടായി. ഇതൊക്കെ കാണുമ്പോഴാണല്ലോ ഇതിനെതിര് നിൽക്കുന്നത് ആരാണ്? സർക്കാർ ഒരു സ്ഥാപിത താല്പര്യമെടുത്ത് അപ്പുറത്ത് നിൽക്കുന്നു എന്നിടത്തല്ലേ വാർത്തകൾക്ക് പ്രാധാന്യം വരുന്നത്? അതെ, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ പാർട്ടിക്കാരുടെ വിചാരം എന്താ? ഇവർ ചെയ്യുന്ന ഈ സൽക്കർമ്മങ്ങളൊക്കെ കേരളത്തിലെ ജനങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും, തോളത്ത് തട്ടി അഭിനന്ദിക്കും എന്നല്ലേ? പക്ഷേ സത്യത്തിൽ എന്താ സംഭവിച്ചത്? ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് ഈ 2 ചെറുപ്പക്കാരുടെ കൊലപാതകം ഉണ്ടായത്. അതിന് തൊട്ട് പിന്നാലെ നടന്ന തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് പാർട്ടിയുടെ മുൻ സെക്രട്ടറി ആയിരുന്നു സഖാവ്, നല്ല പ്രതിച്ഛായുള്ള ഒരു സ്ഥാനാർത്ഥിയോട് മത്സരിച്ചത്. അദ്ദേഹം എന്തുകൊണ്ടാണ് പരാജയപ്പെട്ട് കാസർഗോഡ് പോലെ ഒരു കുത്തക സീറ്റിൽ രാജ്ഭവൻ ഉണ്ണിത്താൻ എങ്ങനെ ജയിച്ചതെന്ന് വെച്ചാൽ ഈ ഇരട്ടക്കൊലപാതകം ഉണ്ടാക്കിയ വലിയൊരു വിപരീത വികാരമാണ്. കാസർഗോട്ടെ ആളുകളത് അംഗീകരിക്കുന്നില്ല. തൃക്കരിപ്പൂരെ സാധാരണക്കാരായ പാർട്ടിക്കാർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കാഞ്ഞങ്ങാട്, ഉദുമ, ആ പ്രദേശത്തൊക്കെയുള്ള CPMകാർ തന്നെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ വോട്ട് ചെയ്ത് അദ്ദേഹത്തെ വിജയിപ്പിച്ചത്. KP സതീഷ് ചന്ദ്രൻ തോറ്റുപോയത് സതീഷ് ചന്ദ്രൻ എന്തെങ്കിലും കൊള്ളതായി കൊണ്ടല്ല, വളരെ യോഗ്യനായിട്ടുള്ള ഒരു സഖാവാണ്. അദ്ദേഹം ന്യായമായിട്ട് ജയിക്കേണ്ടത് വരുന്നു. ശബരിമല സൃഷ്ടിച്ച ഒരു വിപരീത വികാരം ഉണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാളുപരി കാസർഗോഡ് മണ്ഡലത്തിൽ സതീഷ് ചന്ദ്രനെ തോൽപ്പിച്ചത് ഇരട്ട കൊലപാതകമാണ്. എന്നിട്ട് പാർട്ടിക്ക് വല്ല മാറ്റമുണ്ട്? ഇല്ല. ഇപ്പോഴും പിന്നീട് പാർട്ടി പണം ചെലവഴിച്ച് ഇവർക്ക് വേണ്ടി കേസ് നടത്തി. കേസ് ശിക്ഷിച്ചപ്പോൾ ഇതുപോലെ അഭിവാദ്യം അർപ്പിക്കാൻ പോയി. ഇതാണ് ഒരു സ്റ്റാലിൻ്റെ ഒരു പ്രേതമാണ് ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ ഭരിക്കുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സഖാവ് സ്റ്റാലിൻ്റെ കാലത്ത് ഇങ്ങനെയായിരുന്നു. പാർട്ടി ശത്രുക്കളായിട്ട് വിചാരിച്ച ആളുകളെയൊക്കെ കൊലപ്പെടുത്തുക, അതിന് പലതരത്തിലുള്ള ന്യായങ്ങൾ പറയുക. ഇപ്പോൾ സ്റ്റാലിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ എതിരാളിയായിരുന്നു ട്രോട്സ്കി ജീവനം കൊണ്ട് യൂറോപ്പിലേക്ക് കടന്നു. അവിടെ നിന്ന് പിന്നെ അദ്ദേഹം അറ്റ്ലാന്റിക് കടന്ന് മെക്സിക്കോയിലേക്ക് പോയി. മെക്സിക്കോയിലേക്ക് സ്റ്റാലിൻ്റെ വാടക കൊലയാളികൾ വരില്ല എന്നാണ് അദ്ദേഹം വിചാരിച്ചത്. അദ്ദേഹത്തിനെതിരെ 3 തവണ ശ്രമമുണ്ടായി. 3 തവണ അദ്ദേഹം രക്ഷപ്പെട്ടു. 4ാമത്തെ ശ്രമത്തിൽ ഈ ട്രോട്സ്കിയുടെ ആരാധകനായിട്ട് അഭിനയിച്ച് വന്ന ഒരാൾ, അയാളൊരു സ്പെയിൻകാരനായിരുന്നു, പാർട്ടി സഖാവ്. അയാൾ ഈ മഴ ഉപയോഗിച്ച് ട്രോട്സ്കിയെ വെട്ടിക്കൊല്ലുകയാണ് ചെയ്തത്. ആ കൊലപാതകം ഉണ്ടായപ്പോൾ ലോകമെമ്പാടും വലിയ പ്രതിഷേധം ഉണ്ടായി. കാരണം ട്രോട്സ്കി ചെറിയ ആളല്ല. അന്ന് സ്റ്റാലിൻ്റെ പിണയാളുകളും പറഞ്ഞത് ഇയാൾക്ക് പാർട്ടിയുമായിട്ടൊരു ബന്ധമില്ല, ഈ കൊലയാളിയായി ഞങ്ങൾക്ക് അറിയാനേ പാടില്ല, അയാൾ ട്രോട്സ്കിയുടെ ആരാധകനാണ്, ഒരു ട്രോട്സ്കിസ്റ്റ് തന്നെയാണ് ട്രോട്സ്കിയെ കൊലപ്പെടുത്തിയത് എന്ന നിലപാട് സ്വീകരിച്ചു. മെക്സിക്കോയിൽ വധശിക്ഷ ഇല്ലാത്തതുകൊണ്ട് ഇയാൾക്ക് 20 കൊല്ലം തടവാണ് ശിക്ഷ വിധിച്ചു. 20 കൊല്ലം കഴിഞ്ഞ് അയാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അയാൾ സോവിയറ്റ് യൂണിയനിൽ രാജകീയമായ വരവേൽപ്പ് നൽകി. അപ്പോഴത്തേക്ക് സ്റ്റാലിൻ മരിച്ച് ക്രൂഷ്ചേവ് വന്നിരുന്നു. രാജകീയമായ വരവേൽപ്പ് നൽകിയെന്ന് മാത്രമല്ല, സോവിയറ്റ് യൂണിയൻ്റെ പരമോന്നത ബഹുമതിയായ ഹീറോ ഓഫ് സോവിയറ്റ് യൂണിയൻ എന്ന ഒരു വലിയ ബിരുദം അദ്ദേഹത്തിന് കൊടുത്ത് ആദരിച്ചു എന്നുള്ളതാണ് ചരിത്രം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത ഒരു പാരമ്പര്യം സ്റ്റാലിൻ്റെ സമയത്തും സ്റ്റാലിന് പിന്നീടുള്ള കാലത്ത് സോവിയറ്റ് യൂണിയൻ ഉണ്ട്. ആ പാരമ്പര്യമാണ് നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലെ CPMകാർ ഇപ്പോഴും ഫോളോ ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി P. ജയരാജൻ്റെ സവിശേഷമായ താല്പര്യം എന്ന് വെച്ചാൽ
ഈ പ്രതികളെ ശിക്ഷിക്കുകയും ശിക്ഷിച്ചതിന് ശേഷം പാർട്ടി ഇവരെ കൈയൊഴിയുകയും ചെയ്തു. രാഷ്ട്രീയമായിട്ട്, നിയമപരമായിട്ടല്ല, സാമ്പത്തികമായിട്ടല്ല, രാഷ്ട്രീയമായിട്ട് കൈയൊഴിഞ്ഞു. പാർട്ടിക്ക് ഇവരുമായിട്ടൊരു ബന്ധമില്ല എന്ന നിലപാട് സ്വീകരിച്ചപ്പോൾ കണ്ണൂർ ജില്ലയിൽ, കാസർഗോഡ് ജില്ലയിലൊക്കെയുള്ള ഈ ഹാർഡ് കോർ CPMകാരുടെ ഇടയിൽ വലിയൊരു എതിർപ്പ് ഉണ്ടായിട്ട്, രാഷ്ട്രീയമായ എതിർപ്പ്. പാർട്ടി എന്തുകൊണ്ട് ഇവരെ ഏറ്റെടുക്കുന്നില്ല, ഇത് പാർട്ടിക്ക് വേണ്ടി ചെയ്യിച്ച കൊലപാതകമാണ് എന്ന കാര്യം പാർട്ടി എന്തുകൊണ്ട് അഡ്മിറ്റ് ചെയ്യുന്നില്ല എന്നൊരു ചോദ്യം പാർട്ടി സഖാക്കളുടെ ഇടയിൽ പരക്കെ വിട്ടു. ആ വികാരത്തെ പരമാവധി ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജയരാജൻ അവിടെ നേരിട്ട് രംഗത്ത് വന്നത്. അല്ലാണ്ട് ജയരാജന് പാർട്ടിയിൽ അതിനെന്താണെന്ന് അറിയാൻ പാടാത്തതുകൊണ്ടും പാർട്ടി എന്തുകൊണ്ടാണ് ഇവരെ ഏറ്റെടുക്കാത്തത് എന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടുമല്ല. ജയരാജൻ ഇപ്പോൾ ഒറ്റ തിരിഞ്ഞ് നിൽക്കുകയാണത്. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം മാത്രമായി നിൽക്കുന്നു. അദ്ദേഹത്തെക്കാളൊക്കെ വളരെ ജൂനിയറായിട്ടുള്ള ആളുകൾ, ഇദ്ദേഹത്തോട് തന്നെ ത്യാഗം ചെയ്യാത്തവർ, ഇത്ര തന്നെ പാരമ്പര്യമില്ലാത്തവർ പല ആളുകളും പല സ്ഥാനങ്ങളിലിരിക്കുന്നു. അവർ മന്ത്രിമാരായിട്ട് പോകുന്നു, ചിലർ പാർട്ടിയുടെ സമുന്നത നേതാക്കന്മാരായിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുന്നു. അതിനൊക്കെ അദ്ദേഹത്തിന് വലിയ ഈർഷ്യമുണ്ട്, അതിനൊക്കെ അദ്ദേഹത്തിന് വലിയ എതിർപ്പുണ്ട്. അപ്പോൾ ആ എതിർപ്പ് മറ്റു തരത്തിൽ പ്രകടിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു അഭിവാദ്യ പ്രഹസനവുമായിട്ട് കണ്ണൂർ ജയിലിൻ്റെ മുമ്പിലെത്തിയത്. പാർട്ടിയുടെ നിലപാടിനെതിരായിട്ടുള്ളത് ഒരു പ്രവർത്തിയാണ് അദ്ദേഹം ചെയ്തത്. പക്ഷേ പാർട്ടിക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു നടപടി എടുക്കാൻ പറ്റും. പി ജയരാജൻ ചെയ്ത പാർട്ടി വിരുദ്ധ നടപടിയാണ്. ഈ കൊല ചെയ്യപ്പെട്ട ആളുകൾക്ക് പാർട്ടിയുമായിട്ടൊരു ബന്ധമില്ല, പാർട്ടി ബന്ധമില്ലാത്ത ആളുകളെ പാർട്ടിക്കാരായിട്ട് തെറ്റിദ്ധരിപ്പിക്കത്തക്ക രീതിയിൽ ജയരാജൻ ഇടപെട്ടു എന്ന് MV ഗോവിന്ദനാകട്ടെ, പിണറായി വിജയനാകട്ടെ, പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരാൾക്കാകട്ടെ ഒരു നിലപാടെടുക്കാൻ പറ്റിയില്ല. കാരണം ഇവരെല്ലാവരും പാർട്ടിക്കാരാണ്. ശരിക്ക് സത്യസന്ധമായ നിലപാട് ജയരാജനെടുത്ത്. പക്ഷേ ജയരാജൻ എടുത്തതിൻ്റെ പുറകിൽ രഹസ്യം, അതിൻ്റെ ചേതോവികാരം ഇതാണ്. ജയരാജനാണ് പാർട്ടിക്കാരൻ്റെ ഒരു രക്ഷകൻ. പാർട്ടി സഖാക്കൾ കൊല ചെയ്ത് ജയിലിൽ പോകുമ്പോൾ ജയിലിൻ്റെ ഗേറ്റിൽ ചെന്ന് അഭിവാദ്യം നയിച്ച ആളാണ് ജയരാജൻ എന്ന ഇംപ്രഷൻ ജയരാജൻ്റെ ആരാധകരുടെ ഇടയിൽ, അദ്ദേഹത്തിൻ്റെ സ്തുതിഗായകരുടെ ഇടയിൽ ഇതിപ്പോൾ അദ്ദേഹം വലിയൊരു താരമായി മാറിയിരിക്കുകയാണ്. അത് മറ്റ് നേതാക്കന്മാരെ ഒന്ന് കൊച്ചാക്കാനും, അവരാരുമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി പ്രവർത്തകരുടെ ഇതുപോലുള്ള വാടക കൊലയാളികളുടെ മറ്റ് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരുടെ ഏകരക്ഷകൻ സഖാവ് പി ജയരാജനാണ്. ഇത് വരുത്തി തീർക്കാനൊരു ശ്രമമാണ്. അല്ല, പി ജയരാജൻ നിഷ്കളങ്കമായിട്ട് ചെയ്ത കാര്യമൊന്നുമില്ല. പി ജയരാജനും അത്ര നിഷ്കളങ്കമൊന്നുമല്ല. പിന്നെ അദ്ദേഹത്തിന് യാതൊരു അറപ്പുമില്ല ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യിക്കുന്നതിലും കഴിവ് തെളിയിച്ച ആളാണ് എന്ന് പറയുന്നത്. അതാണ് മറ്റു നേതാക്കന്മാരും അദ്ദേഹം തമ്മിൽ വ്യത്യാസം. അല്ല, പി ജയരാജൻ നിഷ്കളങ്കരായതുകൊണ്ടല്ല, ഇങ്ങനെ ഒരു സന്നിഗ്ധാവസ്ഥയിൽ പാർട്ടി എത്തിക്കുന്നതിലും അതിൽ നിന്ന് എന്തെങ്കിലും പൊളിറ്റിക്കൽ മൈലേജ് ഉണ്ടാകാൻ പറ്റുമെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം ഇത് ചെയ്തത്. ശരി, ശ്രീ കൃഷ്ണൻ, സാധാരണഗതിയിൽ കാണാറില്ലാത്തതാണ് ഇങ്ങനെ ഒരു ആഘോഷം എന്ന് പറയുന്നത്. ഞാനതിനെ ആഘോഷം എന്ന് വിളിക്കുന്നത് ഈ പറയുന്ന അഭിവാദ്യം അർപ്പിക്കൽ എന്ന് പാർട്ടിയുടെ അണികളോ പ്രവർത്തകരോ ഒക്കെ വിചാരിക്കുന്നിടത്ത് ആഘോഷം എന്ന് പറയുന്നത് ഇത് അവർക്കൊരു വലിയ ആത്മവിശ്വാസം നൽകുകയാണല്ലോ. പാർട്ടി കൂടെ ഉണ്ടാകും, ഈ പറയുന്ന തടവറയ്ക്കുള്ളിൽ ഇരുട്ടുമുറിക്കുള്ളിൽ കിടക്കുമ്പോഴും പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം ഞങ്ങൾക്ക് കൊടിപിടിക്കും, വെളിച്ചം നൽകും, പി ജയരാജന്റെ പുസ്തകം ഞങ്ങൾക്ക് വഴിതെളിയിക്കും എന്ന രീതിയിൽ അവരെ അങ്ങ് പ്രബുദ്ധരാക്കുക എന്ന് പറയുന്നതും പി ജയരാജന്റെ വാക്കാണ് ഇന്നത്തെ. അപ്പൊ അങ്ങനെ പ്രബുദ്ധരാക്കി കളയാൻ പാർട്ടി നമ്മുടെ കൂടെ ഉണ്ട് എന്നൊരു വലിയ ആത്മവിശ്വാസം നൽകലാണല്ലോ. ഇത് വളരെ പ്രാദേശികമായ ഒരു വികാരമാണോ? ഇത് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം അറിയാതെ ഇങ്ങനെ ഒരു സംഭവം ഇന്നവിടെ നടക്കുമോ? ഇല്ല, പാർട്ടിയുടെ നേതൃത്വത്തോടു കൂടി എല്ലാ സന്ദേശത്തോടുകൂടി ചെയ്തതാണ്. ഇത് ചെയ്ത് സന്ദേശം കൊടുക്കുകയാണ്, ഇന്നും കൊന്നോ ഞങ്ങൾ നിങ്ങൾക്ക് സഹായിക്കാനുണ്ട് എന്നില്ലേ ഒരു സന്ദേശമാണ് CPMന്റെ പ്രവർത്തകർക്ക് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾ 2 മക്കളെ കൊന്ന പിതാവൻ ഒന്നാം പ്രതിയാണ്. ആ ഒന്നാമത് പിതാവിന്റെ വീട്ടിലേക്കാണ് ഇന്ന് 2 MLA അവിടെ സന്ധിച്ചത്. അപ്പോൾ എന്ത് സന്ദേശമാണ് ഇവർ കൊടുക്കുന്നത്? പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞ പിതാവനാണിത്. ഈ പിതാവിന്റെ വീട്ടിലേക്കാണ് ജനങ്ങൾ തെരഞ്ഞെടുത്ത 2 MLA-മാരും അതേ പാർട്ടി ജില്ലാ സെക്രട്ടറി ഒക്കെ ഒന്ന് പോയി അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വീട്ടിലേക്ക് കയറി പോയത്. അപ്പോൾ ഇതെന്ത് സന്ദേശമാണ്? ഇതിനു മുമ്പും ഇവർ ഇതേമായി പറഞ്ഞ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എല്ലാവരും പുറത്താക്കിയാന്ന് അവരെ വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകം എന്നാണ്. അതിന്ന് ജയരാജൻ അവർ തെളിയിച്ചല്ല. വ്യക്തിവൈരാഗ്യമായിട്ട് കൊന്നത് കൊണ്ട് കൊന്നവർക്കാണോ ഇവർ മുദ്രാവാക്യം വിളിക്കുന്നത്? ഇതിന്റെ എന്തെന്ന് നമുക്കൊന്നും മനസ്സിലാവില്ല. ഇന്നും കൊല്ലാൻ വേണ്ടിയിട്ടില്ലേ ഒരു പിന്തുണ കൊടുക്കുകയാണ് ഇവര്. അതേ നമുക്ക് പറയാനില്ലുള്ളൂ. ശരി, ശ്രീകൃഷ്ണനിലേക്ക് വരാം. ശ്രീ ജോസഫ് സി മാത്യു, ജയിലിന് മുന്നിൽ മാത്രമല്ല, അദ്ദേഹം പറഞ്ഞതുപോലെ വീടുകളിലേക്ക് എത്തി നേതാക്കന്മാർ ഈ പ്രതികളുടെ വീടുകളിലേക്ക് എത്തി അവരെ ആശ്വസിപ്പിച്ച് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ച കൂടി കാണുകയാണ് ഇന്ന്. അത് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെയാണ് അവിടേക്ക് എത്തുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മുൻപ് ഓർമ്മയുണ്ടല്ലോ അല്ലേ, ഈ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പ്രതികൾ അവർ മരിക്കുന്ന സാഹചര്യം ഉണ്ടായ സമയത്ത്
ആ സംസ്കാര ചടങ്ങുകളിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ പാർട്ടി നേതാക്കൾ വീട് സന്ദർശിച്ച് അതിനൊപ്പം നിൽക്കുമ്പോൾ ചോദ്യങ്ങൾ ഉണ്ടായപ്പോൾ അത് പ്രാദേശികമായ ജനപ്രതിനിധികളാണ്, അവർക്ക് പോകാതെ കഴിയുമെന്ന ചോദ്യം കൊണ്ടാണ് CPM അതിനെ പ്രതിരോധിച്ചത്. പക്ഷെ കൂടെ നിൽക്കാതെ ഗതിയില്ല, നിവൃത്തിയില്ല. കൂടെ നിൽക്കുന്നുണ്ടെന്ന് അവരെങ്കിലും ബോധ്യപ്പെടുത്തേണ്ടതിന്റെ ഒരു ആവശ്യകതയുണ്ട് എന്നൊരു വിമർശനം കൂടി മറുവശത്ത് ഉയരുന്നുണ്ട്. അതെങ്ങനെയാണ് കാണാതിരിക്കുന്നത് ഇവർ? മാധു, അത് തന്നെയാണ് ഇപ്പോൾ MM മണി അവിടെ പറഞ്ഞു, ഇത് തല്ല് കൊടുക്കുകയോ ഒക്കെ ചെയ്താണ് പാർട്ടി വളരുന്നത്. ഇതൊക്കെ നമുക്ക് ഏറെക്കുറെ അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ മാധ്യമങ്ങളുടെ ഒരു പുതിയ കാലഘട്ടത്തിൽ ഇത് ജനങ്ങളെല്ലാം കൂടുതൽ സ്ക്രൂട്ടനൈസ് ചെയ്യുകയും കൂടുതലൊരു അക്കൗണ്ടബിലിറ്റി രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും നേതാക്കളിൽ നിന്നും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഇവർ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും. അതുകൊണ്ടാണ് ഇവർക്ക് ഈ മാധ്യമങ്ങളോട്, പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങളോട് കൂടുതൽ ഒരു അലർജി ഈ നേതാക്കന്മാർക്ക് എല്ലാവർക്കും ഉള്ളത്. കാരണം അവർ കൂടുതൽ അക്കൗണ്ടബിൾ ആകുന്നു എന്നുള്ളതാണ് പുതിയ സാഹചര്യം. അതിനനുസരിച്ച് അവർ പൊരുത്തപ്പെടുകയേ മാർഗമുള്ളൂ. അപ്പോൾ നേരത്തെ ഇവിടെ അഡ്വക്കേറ്റ് ജയശങ്കർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ക്രിമിനൽ സ്വഭാവമുള്ളവരെ പരിപോഷിപ്പിക്കുകയും അവരുടെ കൂടെ നിൽക്കുകയും അവരെ സംരക്ഷിക്കുമെന്നുള്ള മെസ്സേജ് കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് പാർട്ടി പോയിരുന്നത്. അതിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് പരസ്യ പ്രസ്താവനകളിൽ ശ്രമിക്കുകയും എന്നാൽ അവരുടെ കേസ് അന്വേഷണത്തിലും അവർക്ക് വക്കീലിനെ ഏർപ്പെടുത്തുന്നതിലും ഇനി അവർ ജയിലിലായാൽ അവിടുത്തെ അവരുടെ ജീവിതത്തിലും അവർക്ക് പരോൾ ലഭിക്കുന്നതും എല്ലാം വേണ്ട സഹായം ചെയ്തുകൊണ്ടുമാണ് ഇവിടുത്തെ ഭരണ സംവിധാനം നിൽക്കുന്നത്. പക്ഷേ അതിലും അപ്പുറത്ത് ഒരു പരസ്യമായ പിന്തുണ പ്രകടിപ്പിച്ചില്ലെങ്കിൽ ഇനിയും എങ്ങനെ ആളെ കിട്ടും എന്നും ഇങ്ങനെ ഉള്ള ബാക്കിയുള്ളവർ അതിൽ നിരാശരാകില്ലേ എന്നുമൊക്കെയുള്ള ചോദ്യത്തിന് മറുപടി തേടാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അതാണ് കൂടുതൽ ഗൗരവതരമായിട്ടുള്ളൊരു പ്രശ്നവും. ഇപ്പം എനിക്ക് പറയാൻ വിഷമമുണ്ട്, എന്നാലും TP ചന്ദ്രശേഖരൻ വ്യക്തിപരമായി എൻ്റെ സുഹൃത്തായിരുന്നു. രമയും കുടുംബവും ഒക്കെ സുഹൃത്തുക്കളാണ്. പക്ഷേ നമ്മൾ ഒന്ന് ഒബ്ജക്റ്റീവായിട്ട് നോക്കിയാൽ TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിൽ അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി, പ്രാദേശികമായിട്ടാണെങ്കിലും CPM-നെ വെല്ലുവിളിച്ചു എന്നൊക്കെ വേണമെങ്കിൽ ഇവർക്ക് പറയാം. പക്ഷേ ഈ രണ്ട് കുട്ടികളുടെ കാര്യം നിങ്ങളൊന്ന് നോക്കൂ. കോൺഗ്രസ് പ്രവർത്തകരായിട്ടുള്ള 19-20 വയസ്സുള്ള കുട്ടികൾ, ഈ കുട്ടികളെ കൊന്നു തള്ളിയിട്ട് ആ കൊലയാളികൾക്ക് വരവേൽപ്പ് നൽകുന്ന, ജയിലിലേക്ക് വരവേൽപ്പ് നൽകുന്ന ഈ CPIM-ന്റെ സംസ്ഥാന സമിതി നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള CPIM-ന്റെ പ്രവൃത്തിയെ കേരളം എങ്ങനെ വീക്ഷിക്കുമെന്നാണ്. ഇവരെന്ത് ന്യായീകരണം പാർട്ടി പ്രവർത്തകരോട് പറയും? നിങ്ങൾ ആ അർത്ഥത്തിൽ നമ്മൾ പരിശോധിച്ചാൽ TPയുടെ കേസിൽ പോലും ഇല്ലാത്ത തരത്തിലുള്ള ഒരു ഡിഫൻസ്ലെസ് ഒരു പൊസിഷനിലാണ് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് കൈരളി ചാനലിന് ഡിഫെൻഡ് ചെയ്യാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് നമ്മുടെ ചർച്ചയിൽ സാധാരണ എല്ലാത്തിനെയും ഡിഫെൻഡ് ചെയ്യുന്ന റെജി ലൂക്കോസ് പറഞ്ഞത് മനുഷ്യനായതുകൊണ്ട് ഞാൻ ഇതിനെ ന്യായീകരിക്കില്ല എന്ന് പറഞ്ഞാൽ P ജയരാജൻ മനുഷ്യനല്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഞാൻ പറയുന്നത് അത് നമ്മൾ നിവർത്തിയില്ല. P ജയരാജനും ഡിഫൻസ് ഇല്ല. അവിടെ വെച്ച് നിങ്ങൾ ചോദിക്കുമ്പോൾ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പിനെ കുറിച്ച് പറയാം എന്നല്ലാതെ താൻ എന്തിനാണ് ഇവിടെ വന്നത്, ഇവിടെ ചെയ്യുന്ന പ്രവൃത്തി എന്താണ് എന്നുള്ളത് ന്യായീകരിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹത്തോട് പീതാംബരനടക്കമാണോ പിന്തുണ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ കേസിന്റെ മെറിറ്റിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മൗനമാണ്, പോകുന്നില്ല എന്നാണ്. അത് ഒരു വിഷയം കൂടെ ഞാൻ പറയട്ടെ. നമ്മൾ ഒരാളെ ശിക്ഷിക്കുന്നത് എന്തിനാണ്? ഇപ്പം ബാലകൃഷ്ണപിള്ളയെ VS കേസ് നടത്തി അഴിമതി കേസിൽ ശിക്ഷിക്കുന്നു. പക്ഷേ നമ്മുടെ നിയമത്തിൻ്റെ ഒരു വിവക്ഷ എന്ന് പറഞ്ഞാൽ ഇവരെ ജയിലിൽ ഇടുന്നത് ഇവരെ നന്നാക്കി എടുക്കാനാണെന്ന്. പക്ഷെ ഇവർ നന്നാകാൻ സമ്മതിക്കില്ല. അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ നന്നാകാൻ സമ്മതിച്ചില്ല ബാലകൃഷ്ണപിള്ളയെ. എന്തൊക്കെയോ ഇരുമ്പ് കൂടുന്നെന്നൊക്കെ പറഞ്ഞ് വെറുതെ ഇറക്കി വിട്ടു. പുള്ളി ജയിലിൽ നിന്ന് അദ്ദേഹം പുറത്തു വന്നതിന് ശേഷം അദ്ദേഹത്തിന് അതിൻ്റെ അസുഖമോ ഹോസ്പിറ്റലൈസേഷനോ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല. പുറകെ ഇടതുപക്ഷ സർക്കാർ അദ്ദേഹത്തെ മുന്നോക്ക കമ്മിറ്റി അധ്യക്ഷനാക്കി ഇപ്പോൾ രണ്ട് സ്മാരകമൊക്കെ പണിയാൻ പോകാമെന്നാണ് പറയും. അപ്പം ഞാൻ പറയുന്നത് എന്താണ് ഇവർ ഈ നമ്മളൊരു നിയമ സംവിധാനം ഒന്ന് പറയും, എന്നിട്ട് അതിൻ്റെ നടത്തിപ്പുകാരെന്നുള്ള രീതിയിൽ ഇവരെല്ലാം നമ്മുടെ നേതാക്കന്മാരാണെന്ന് പറഞ്ഞ് ഇവരെല്ലാം പ്രഘോഷിച്ച് നടക്കും. പക്ഷേ ഇവരിൽപ്പെട്ട ഒരാൾ പ്രതിയാകുന്ന സമയത്ത് ഇവർക്ക് യഥാർത്ഥത്തിൽ കൂടുതൽ ശിക്ഷ കൊടുക്കണ്ടേ? ഇവരോട് ഫൈൻ അടയ്ക്കാൻ പറയുന്നു. ഇവരെവിടുന്നാണ് ഫൈൻ എടുത്ത് അടിക്കുന്നത്? നമ്മുടെ പൊതു പൈസ എടുത്തിട്ട് അടയ്ക്കുക. അപ്പോൾ ഇവർ അങ്ങനെ ചെയ്യുന്ന ഇവർ യഥാർത്ഥത്തിൽ കൂടുതൽ അക്കൗണ്ടബിൾ ആകുകയും കൂടുതൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടവരാണ്.
ഇവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് കൂടെ നിൽക്കുന്നവരെ സംരക്ഷിക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുവഴി സമൂഹത്തിന് കൊടുക്കുന്നത് 2 സന്ദേശമാണ്. ഈ നിയമ സംവിധാനം എന്ന് പറയുന്നത് വെറും പ്രഹസനമാണെന്നും ഇത് ചിലർക്ക് വേണ്ടിയാണെന്നും തുല്യനീതി ഇവിടെ ഇല്ലെന്നുമാണ് ഇവർ പറയുന്നതിൻ്റെ ഒരർത്ഥം. രണ്ടാമത്, ഈ സംവിധാനം തന്നെ അവരാണ് നിർമ്മിക്കുന്നത്. ഈ നിയമനിർമ്മാണ സമിതിയിലാണ്. ഭയങ്കര തമാശകളാണ്. ഇപ്പോൾ നമ്മുടെ മന്ത്രി അപ്പൂപ്പനുണ്ട്, അദ്ദേഹം പറയുന്നത് കേട്ടു, യുവജനോത്സവ വേദിയിൽ പ്രതിഷേധിച്ചാൽ ശക്തമായ നടപടിയെടുക്കും, ഇവിടെ നിയമപരമായിട്ട് വേണേ കോടതിയെ സമീപിച്ചോണോ. നിയമനിർമ്മാണ സഭയിൽ അദ്ദേഹം എങ്ങനെയാ പെരുമാറിയതെന്ന് ഇദ്ദേഹം മറന്നുപോയി. മന്ത്രിയായപ്പോൾ മറന്നതാണോ അപ്പൂപ്പനായപ്പോൾ മറന്നതാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഒരു ഇടവേള എടുത്തോട്ടെ, അനിവാര്യമാണ്. സാധാരണഗതിയിൽ അരമണിക്കൂർ കഴിയുമ്പോൾ സൂപ്പർ പ്രൈം ടൈമിൽ ഒരു ഇടവേളയിലേക്ക് പോകുന്നതാണ്. ഏറെ കടന്നുപോയി ഇടവേള. ശ്രീ റെജി ലൂക്കോസ്, പാർട്ടിക്ക് വിശ്വാസമുള്ള കോടതി ഏതായിരിക്കും? പാർട്ടിക്ക് വിശ്വാസമുള്ള കോടതി ഇവിടുത്തെ നിയമവ്യവസ്ഥ പാലിക്കുന്ന കോടതിയാണ്. ബഹുമാനപ്പെട്ട ജയശങ്കർ സാറിനെ പോലുള്ള ഒരു പ്രാക്ടീസ് ചെയ്ത കോടതികളാണ്. അപ്പോൾ ആ ചോദ്യം എനിക്ക് മനസ്സിലായില്ല, എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. കോടതി ശിക്ഷ വിധിച്ച് ജയിലിൽ പോകുന്ന ആളുകൾ നിരപരാധികളാണ് എന്ന വിശ്വാസത്തിന്റെ പേരിലാണല്ലോ ഈ അനുഭാവ പ്രഖ്യാപനം. പിന്നെ മുൻപ് പല നേതാക്കളും പറഞ്ഞിട്ടുണ്ടല്ലോ പാർട്ടിക്ക് പ്രത്യേകിച്ച് കോടതിയും പ്രത്യേകിച്ച് അന്വേഷണ സംവിധാനവും ഒക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ ചോദിക്കുകയായിരുന്നു, അങ്ങനെ നിയമം ശിക്ഷ വിധിച്ച ആളുകൾക്ക് ഇനി അഥവാ അതിലൊരു അനീതി ഉണ്ട് എന്ന് തോന്നിയാൽ നാട്ടുനടപ്പെന്ന് പറയുന്നത് ഉപരി കോടതികളിലേക്ക് പോവുക എന്നുള്ളതാണ്. അല്ലാതെ ജയിലിന് മുന്നിൽ പോയി നിന്ന് മുദ്രാവാക്യം വിളിക്കുക എന്നുള്ളതല്ല സാധാരണക്കാർക്ക് പ്രാപ്യമായ ഒരു കാര്യം. അപ്പോൾ സാധാരണക്കാർക്ക് ഇല്ലാത്ത എന്തെങ്കിലും പ്രിവിലേജ് പാർട്ടിക്കുണ്ടെന്ന് വിചാരിക്കുന്നത് മറ്റേതെങ്കിലും കോടതികളിലോ നിയമവ്യവസ്ഥയിലോ പാരലായിട്ടുള്ള സംവിധാനത്തിൽ വിശ്വാസമുള്ളത് കൊണ്ടാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, അത് നിങ്ങളുടെ വ്യാഖ്യാനം മാത്രമാണ്. ഇപ്പോൾ ഈ ജയിലിൽ പോയ പ്രതിയെ വിളിച്ചു വരുത്തി മടിയിലെടുത്ത് തലോടുന്ന KPCC പ്രസിഡന്റിന്റെ കേരളം കണ്ടില്ലേ? ഒന്ന് ആലോചിക്കുക. നിങ്ങൾ എന്തുകൊണ്ടാണ് അതൊന്നും വിചാരണ ചർച്ച ചെയ്യപ്പെടാത്തത്? ഞാനിതിനെ ന്യായീകരിക്കുന്നത് ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഒരു ചർച്ചയിൽ ഇതിനകത്ത് ഇത്തരം കാര്യങ്ങൾ ന്യായീകരിക്കാത്ത ഒരാളാണ്. അത് നമുക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല. അതിന് കാരണം എന്തുകൊണ്ടാണ്? പക്ഷേ അത് വൺ സൈഡായിട്ട് നിങ്ങൾ എന്തിനാണ് ഈ ചർച്ച കൊണ്ടുവന്നത്? എനിക്കത് ഒരു പിടി കിട്ടുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഒറ്റ ചോദ്യം അതിനോട്. നാദാപുരത്തിന് സമീപത്ത് ഒരു 17-കാരൻ ഒരു DYFI പ്രവർത്തകർ, ആ പയ്യൻ്റെ പേര് ഒരു ചെറിയ പെറ്റി കേസ് വരുമില്ല, ആ നാട്ടിൽ ചെന്ന് അന്വേഷിച്ചു നോക്കെ. ആ കുട്ടീനെ 6 മുസ്ലിം ലീഗുകാർ കുത്തിക്കൊന്നു. അതിൽ 5 പേരും ഇപ്പം ജയിലിൽ കഠിന തടവില. ഒരുത്തിനെ ഇതുവരെ പിടിയിട്ടിട്ടില്ല. എത്ര പേര് ചോദിക്കുന്നു? 212 CPI-കാർ കേരളത്തിൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് അങ്ങനെ ഉള്ളൊരു പാർട്ടിയെ മാത്രം ഇങ്ങനെ വിചാരണ ചെയ്ത് നിങ്ങൾ ഈ നീതിശാസ്ത്രം വിളമ്പുന്നത് എങ്ങനെയാണ്? ആദ്യം തന്നെ പറഞ്ഞു ഇതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. മാതാപിതാക്കളെ മരിച്ചു പോകുന്ന ചെറുപ്പക്കാരുടെ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും വേദന അത് കണ്ടു നിൽക്കുന്നവർക്ക് അറിയത്തില്ല. ഒരു പരിധിവരെ അവർ ഉൾക്കൊള്ളാനേ പറ്റത്തുള്ളൂ. അത് നമ്മൾ അംഗീകരിക്കുന്ന കാര്യമാണ്, ഒരു സംശയമില്ല. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, ബഹുമാനപ്പെട്ട XM കുഞ്ഞിരാമൻ ഒരു തെറ്റുകാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. തുറന്നങ്ങ് പറയാം. കാരണം എന്തുകൊണ്ടാണ്? അങ്ങേരുടെ പേര് ചാർത്തപ്പെട്ട കേസെന്തായി CBI കൊണ്ടുവന്നേ? ഇനി വേറൊരു കാര്യം നിങ്ങളോട് പറയാം. എന്താണ് കുറ്റം? അദ്ദേഹത്തിന്റെ പേര് ചാർത്തപ്പെട്ടത് എന്താ? CBIയുടെ കുറ്റപത്രത്തിൽ അദ്ദേഹം ഗൂഢാലോചന നടത്തിയെന്നാ പറഞ്ഞത്. പക്ഷെ കോടതി ഇത് അംഗീകരിച്ചില്ല. കോടതി സ്റ്റേഷനിൽ കയറി പ്രതിയെ പിടിച്ചോണ്ട് പോയതിന്റെ പേരിലാണ് കോടതി 5 വർഷത്തേക്ക് ശിക്ഷിച്ചിരിക്കുന്നത്. അതാ ഞാൻ ചോദിച്ചത്, നിങ്ങൾക്ക് വിശ്വാസമുള്ള നിയമവ്യവസ്ഥ ഒരു പാരലൽ സംവിധാനമായി ഇവിടെ ഉണ്ടോ എന്ന്. പ്രതി അറസ്റ്റ് ചെയ്ത കൊലപാതക കേസിൽ അറസ്റ്റ് ചെയ്ത പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പിടിച്ചിറക്കിക്കൊണ്ട് പോകുന്നത് രാജ്യത്തെ നിയമവ്യവസ്ഥയോട് കൂറ് പ്രഖ്യാപിച്ച ഒരു MLA ആണ്. അത് എന്ത് നിയമവും എന്ത് നിയമപാലനവുമാണ്? ആരോടാണ് അപ്പൊ കൂറ്? കൊലപാതകങ്ങളോടോ അതോ രാജ്യത്തെ ഭരണ സംവിധാനത്തോടോ നിയമ സംവിധാനത്തോടോ? ബാദു, ഇതേ കാസർഗോഡിന് തൊട്ടടുത്തുള്ള കണ്ണൂര് വളവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ മണ്ണ് മാഫിയ അറസ്റ്റ് ചെയ്തപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിറക്കിക്കൊണ്ട് പോയ ഒരാളുണ്ട്. അയാളുടെ പേര് K. സുധാകരനതാ. നിങ്ങൾ എന്തുകൊണ്ടത് മറക്കുന്നു? അപ്പൊ അതുകൊണ്ട് 2 കൂട്ടരൊക്കെ ഇതിനെ തെറ്റ് ചെയ്യാറുണ്ട്. ഞാൻ ആ പോലീസ് സ്റ്റേഷനിൽ പട്ടിക വെച്ചിട്ട് അപ്പുറത്തെ മാർക്കിടാൻ ഇരിക്കുകയല്ല എന്നങ്ങ് ദയവ് ചെയ്തൊന്ന് മനസ്സിലാക്കണം. കോൺഗ്രസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വരുമ്പോൾ ഇവിടെ ചർച്ചയ്ക്കെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. BJPയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വരുമ്പോഴും ഇല്ല. CPM-ഉമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വരുമ്പോൾ ആദ്യത്തെ 1 മണിക്കൂർ ഇതിനു മുൻപുള്ള കോൺഗ്രസുകാരുടെ വിഷയങ്ങളും 2ാമത്തെ മണിക്കൂറിൽ BJPക്കാരുടെ വിഷയങ്ങളും ചർച്ച ചെയ്തിട്ട് 3ാമതായിട്ട് ഞങ്ങളുടെ വിഷയം ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ എന്ന നിലപാടെടുത്താൽ ബുദ്ധിമുട്ടായിരിക്കും. ഒരു വിഷയം സംസാരിക്കുമ്പോൾ ആ വിഷയത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? KV കുഞ്ഞിരാമൻ നമ്മുടെ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു MLA ആയിരിക്കുമ്പോൾ പ്രതികളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പിടിച്ചിറക്കിക്കൊണ്ടു പോകാനുള്ള തിണ്ണമെടുക്ക് എവിടെ നിന്നാണ് ഉണ്ടാവുന്നേ? അല്ല, മാധു പറഞ്ഞതിൽ ഒറ്റ മറുപടിയേ ഉള്ളൂ. നീതി എന്ന് പറയുന്നത് എല്ലാ പക്ഷത്തിനും ഉണ്ടാകണം. എല്ലാവർക്കും തുല്യ നീതി. അതാണ് ഈ രാജ്യത്തിന്റെ ഭരണഘടനയും ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയും പറയുന്നത്.
നീതി ഒരു പക്ഷത്തിന് മറുപക്ഷത്തിന് നീതി ഇല്ല എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് നീതിയും നിയമവും കൊടുക്കാൻ നീതിയും നിയമവും കൊടുക്കാനാണ് പോലീസ് സ്റ്റേഷനും പോലീസുകാരും നിയമ സംവിധാനവും കോടതിയും ഒക്കെ ഉള്ളത്. ഞങ്ങൾക്കിതിരെ പേടിയില്ല, ഞങ്ങളുടെ വഴിക്ക് പോയാൽ മതി നിയമവും നീതിയും എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പ്രതികളെ പിടിച്ചിറക്കി കൊണ്ടുപോകാൻ കഴിയുന്നവർക്ക് നീതി വേണം എന്ന് പറയാനുള്ള അവകാശം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അല്ല, അത് മേൽക്കോടതി പോകുമ്പോഴത്തേക്ക് അത് കോടതി തീരുമാനിക്കട്ടെ. CBI കോടതിയാണോ വിധി എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ മേൽക്കോടതിക്ക് പോയി അവർ നിരപരാധിയാണ് തെളിയിക്കട്ടെ. പോലീസ് സ്റ്റേഷനിൽ നിന്ന് പ്രതികളെ പിടിച്ചിറക്കിക്കൊണ്ട് പോകുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയാൻ ഇവിടെ കോടതി, സുപ്രീം കോടതി വരെ പോയി 25 വർഷം കാത്തിരിക്കേണ്ട ബുദ്ധിമുട്ടൊന്നുമില്ല, സാമാന്യ ബോധം മതി. അല്ല കോടതി പോലീസ് സ്റ്റേഷനിൽ പോയി ജാമ്യം കിട്ടാത്ത പ്രതിയെ പിടിച്ചിറക്കിക്കൊണ്ട് പോയിട്ടുണ്ടെന്ന് തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ, അത് തെറ്റ് തന്നെയാ. അങ്ങനെയാണോ അതോ കോടതിയിൽ പോലീസ് സ്റ്റേഷനിൽ ഇദ്ദേഹം പോയി കാണാൻ പോയതാണോ ഇല്ലയോ എന്നുള്ളൊരു അതൊക്കെ ഒരു ഗൂഢാലോചനയാണെന്നുണ്ടെങ്കിൽ ആ ഗൂഢാലോചന എന്തുകൊണ്ട് കോടതി തള്ളിക്കളഞ്ഞു? ഒറ്റ ചോദ്യമേ ഉള്ളൂ, അതെന്തുകൊണ്ട് തള്ളിക്കളഞ്ഞു? അതിനാണ് ഞാനൊരു ഉദാഹരണം പറഞ്ഞത്. ഇവിടെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും തീരുമാനമെടുക്കേണ്ട ഒരു കാര്യമുണ്ട്, കൊലപാതകം നിർത്തണം. കഴിഞ്ഞ 3.5 വർഷമായിട്ട് പിന്നെ കണ്ണൂർ ജില്ലയിലെ കൊലപാതകം ഇല്ലായിരുന്നു, മലബാറിൽ ഒരു സ്ഥലത്ത് പോലും. അതിനെ ലംഘിച്ചുകൊണ്ട് 1 വർഷം മുമ്പ് തലശ്ശേരിയിലെ മാഹിക്കടുത്തൊരു മനോഹരനെ, ഒരു മത്സ്യത്തൊഴിലാളിയെ കൊന്നതാരാ? RSS BJP-ക്കാരാ. ശാശ്വതമായ സമാധാനം അവിടെ ഉണ്ടായി. തീർച്ചയായിട്ടും CPM പാർട്ടിയും RSSുമായിട്ട് വളരെ എന്താ പറയുക, വളരെ നമ്മുടെ പൊതുസമൂഹത്തിൽ അംഗീകരിക്കുന്നതിനൊരു ചർച്ചയിലൂടെ അത് പരിഹരിച്ചു. എല്ലാ രാഷ്ട്രീയ കക്ഷികളും കൊലപാതകം അവസാനിപ്പിക്കണം, ഒരു തർക്കമല്ല കാര്യത്തിൽ. രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കാൻ 2 കക്ഷികൾ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് ചർച്ച ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നാട്ടിൽ കൊലപാതകങ്ങൾ നടക്കുന്നതിന് ഈ 2 കക്ഷികൾക്കും പങ്കുണ്ട് എന്നാണ് അതിന്റെ ഒരു കോമൺ സെൻസ് എന്ന് പറയുന്നത്. പിന്നെ അന്നത്തെ വിശേഷമാണല്ലോ ഈ കടക്കുപുറത്തൊക്കെ RSS നേതാക്കളുമായി ചർച്ച കാണരുത് എന്നുള്ള നിർബന്ധ ബുദ്ധി കൊണ്ട് ആണല്ലോ അന്നത്തെ ഈ കടക്കുപുറത്തൊക്കെ ഉണ്ടായത്. അതൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ട്. അതൊക്കെ നിങ്ങൾ വ്യാഖ്യാനം ചെയ്യുന്നില്ല. അവിടെ പരസ്യമായിട്ടാണ് വന്നത്. അവിടെ അവർ തമ്മിൽ സംസാരിക്കുന്നതിന്റെ കാര്യങ്ങൾ മുഴുവൻ പത്രക്കാർക്ക് അറിയാൻ വേണ്ടി കവർ ചെയ്തതിനു ശേഷം പുറത്തു പോകാൻ പറഞ്ഞത്, അല്ലാണ്ട് രഹസ്യ സംഘത്തിൽ വെച്ചതല്ല കൂടാലോചന നടത്തിയത്. ഈ തലശ്ശേരിയിലെ മനോഹരനെ കൊന്നതിന് പ്രതികാരമായിട്ട് CPM-മാരെല്ലാം കൊന്നോ? എന്തുകൊണ്ടാ? സ്വന്തം സഖാവ് തന്നെ കൊന്നു കോടതിയിൽ പോകാനാണ് നമുക്ക് അനുവാദം തന്നിട്ടുള്ളത്. അല്ലാതെ പകരം കൊന്നോ എന്ന് ചോദിക്കുന്ന ഔദാര്യമായി കാണുന്നത് മഠയത്തരമാണ്. പകരം കൊന്നോ എന്ന് ചോദിക്കുന്നത് ഔദാര്യമായി കാണുന്നത് വിഡ്ഢിത്തമാണ്. അങ്ങനെ പകരം കൊല്ലാനുള്ള സംവിധാനമോ പകരം കൊള്ളാനുള്ള അനുവാദമോ പ്രിവിലേജോ ഒന്നും നിയമം ആർക്കും കൊടുക്കുന്നില്ല. ഞങ്ങൾ കൊന്നില്ലല്ലോ എന്ന് പറയുന്ന ഔദാര്യമല്ല, അത് നിയമത്തോടുള്ള കടപ്പാടാണ്. ശരി, ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ ജയശങ്കർ, പോയാൽ മതി മധു, ഞാൻ റിക്വസ്റ്റ് ചെയ്യാം. അത് ഇത്രേ ഉള്ളൂ. മാധുവിനോടുള്ള ചോദ്യത്തിന് മറുപടി ഞാൻ പറഞ്ഞു. മാധുവിന് എന്നോടാ ചോദിച്ചേ, പ്രതികാരം ചെയ്യുന്ന പറഞ്ഞത്. അങ്ങനെ പ്രതികാരം ചെയ്യുന്നില്ല. സഖാക്കൾ നഷ്ടപ്പെട്ടാൽ പോലും പ്രതികാരം ചെയ്യാത്തൊരു പാർട്ടിയാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 212 പേരെ കൊന്നപ്പം ആ 212 പേരെ അപ്പുറത്ത് പോയി ഈ പാർട്ടി കൊന്നിട്ടുണ്ടോ? നിങ്ങൾ കണക്ക് പറയൂ. അതാ പറയുന്നത്. കൊലപാതക പരമ്പര തീർത്തവരെ ഒരു കാരണവശാലും വിമർശിക്കാതെ ഉണ്ട്. CPM-നെ മാത്രം CPM ഒരു കൊലപാതക പാർട്ടിയാണെന്നും നിയമവ്യവസ്ഥയെ മാനിക്കുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചർമ്മിത ചരണപാടിയുടെ പറഞ്ഞതിന് മാത്രമേ നമ്മൾ എതിർക്കുന്നുള്ളൂ. അല്ലാണ്ട് ഒരു കൊലപാതകത്തിനെ ഇവിടെ ജസ്റ്റിഫൈ ചെയ്യുന്നില്ല, ന്യായീകരിക്കുന്നില്ല. അത് ആദ്യം കൊലപാതകത്തെ ജസ്റ്റിഫൈ ചെയ്യുന്നില്ല എന്ന് 100 തവണ പറഞ്ഞിട്ട് കൊലപാതകൾ ജയിലിൽ പോയി കഴിയുമ്പോൾ മുന്നോട്ടൊന്ന് മുദ്രാവാക്യം വിളിച്ചാൽ അത് കാണുന്നത് ജനമാണെന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വിഴുങ്ങാൻ, ഒരേ തൊണ്ടയിൽ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞേ ഉള്ളൂ. ശ്രീ റെജി ലൂക്കോസ്. അടുത്ത ജയശങ്കർ, ഇതിന്റെ ഈ കുറ്റക്കാരാണെന്ന് തെളിയിക്കുന്ന സമയത്ത് ആണ് എന്ന് കോടതി തീരുമാനിക്കുന്ന സമയത്ത് കോടതിയിൽ ചില വികാരഭരിതമായ രംഗങ്ങളുണ്ടായി. പട്ടാളത്തിൽ പോകാനായിരുന്നു ആഗ്രഹം, ജീവിതം തുലഞ്ഞു എന്ന് പറഞ്ഞ് ഗദ്ഗത കണ്ടനാകുന്ന ഒരു പ്രതിയെ കണ്ടു. ഇത് മടുത്തു, ഒരു മരണശിക്ഷ വിധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്ന 15-ാം പ്രതിയെ കണ്ടു. ഇവർക്കൊക്കെ ഈ മുദ്രാവാക്യം വിളികൊണ്ട് എന്തെങ്കിലും തരത്തിൽ ഒരു ആശ്വാസമോ സന്തോഷമോ ഊർജമോ ഒക്കെ ഉണ്ടാകുമോ? ജീവിതം തൊലഞ്ഞു എന്നുള്ളതല്ലേ ആത്യന്തികമായുള്ള സത്യം? അതാണ് ഇതിലൊരു വ്യത്യാസം. ഈ പ്രതികളാക്കപ്പെടുന്ന ആളുകൾ യഥാർത്ഥത്തിൽ പ്രതികളല്ലാത്തൊരു കാലമുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പാർട്ടിക്കാർ തന്നെ, അത് BJP-ക്കാരും അത് തന്നെയാണ് ചെയ്തിരുന്നത്, മാർക്സിസ്റ്റുകാരും ചെയ്തിരുന്നത് ഇത് തന്നെ. പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ സംഘടനയ്ക്ക് വേണ്ടി കൊല ചെയ്യാനായിട്ട് ചില ആളുകൾ അവർ കൊലപാതകം നടത്തും. അതിൻ്റെ പുറകെ പാർട്ടി ഓഫീസിൽ നിന്ന് കുറച്ച് പ്രതികളുടെ പേര് പോലീസിലേക്ക് കൊടുക്കും, അവരെ മാത്രം പ്രതികളാക്കും. മിക്കവാറും ഈ സംഭവം കണ്ടവരുണ്ടാവില്ല, കണ്ടവർ തന്നെ ധൈര്യപ്പെട്ട് മൊഴി കൊടുക്കുകയില്ല. അങ്ങനെയൊക്കെ പല സൗകര്യങ്ങളും ഇവർക്കുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രതികളല്ലാത്ത ആളുകൾ
പ്രതിക്കൂട്ടി കയറി നിൽക്കുമ്പോൾ സാക്ഷികളായിട്ട് വരുന്ന ആളുകൾ ഇവരെ ഐഡൻറ്റിഫൈ ചെയ്യില്ല, ഇവരല്ല ഇത് ചെയ്തത് എന്ന് പറയുകയും അങ്ങനെ പ്രതികൾ രക്ഷപ്പെട്ടു പോയി. പോലീസുകാർക്കും ഇതായിരുന്നു സൗകര്യം. ആ സംവിധാനത്തിനൊരു മാറ്റം വരുത്തിയത് സത്യം പറഞ്ഞാൽ TP കേസിൻ്റെ വിചാരണ സമയത്താണ്. യഥാർത്ഥ പ്രതികളെ തന്നെ അറസ്റ്റ് ചെയ്യണം, അവരെ എത്ര ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും കണ്ടെത്തണം, അവരെ മാത്രമേ പ്രതിക്കൂട്ടിൽ കയറ്റാവൂ എന്ന് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കർശനമായ നിർദ്ദേശം നൽകി. അതുകൊണ്ട് യഥാർത്ഥ പ്രതികളെ കണ്ടെത്തേണ്ടതായിട്ട് വന്നു. വളരെ ബുദ്ധിമുട്ടി മുടക്കോഴി മലയിലൊക്കെ പോയിട്ടാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത് കൊടുത്തത്. അങ്ങനെയാണ് അവർ വിചാരണ നേരിട്ട് അവരെ ശിക്ഷിച്ചു, നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ അല്ലാത്തൊരു കാലത്ത് ഈ വാടക പ്രതികൾ ധാരാളമുണ്ട്. ഇപ്പോൾ ഈ ജയകൃഷ്ണ കൊന്ന കേസിൽ പോലും തന്നെ എനിക്ക് ഓർമ്മയുണ്ട്. വിചാരണയ്ക്ക് 7 പ്രതികളാണ് ആദ്യം ഉണ്ടായത്. 7 പ്രതികളിൽ ഒരു പ്രതിയെ അയാളുടെ വധശിക്ഷ RSSകാരന് നടപ്പാക്കി. ബാക്കി 6 പേരാണ് വിചാരണ ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഈ ചന്ദ്രദാസിൻ്റെ കോടതിയിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഈ കേസിൻ്റെ പോക്കെക്കോടാണ് പോകുന്നതെന്നുള്ളത് പ്രതികൾക്ക് മനസ്സിലായി. കുറ്റം തെളിഞ്ഞാൽ കയറിൽ കുറഞ്ഞ ഒരു ശിക്ഷ കിട്ടുകയില്ല എന്ന് ബോധ്യമായ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ 6 പ്രതികളിൽ ഒരാൾ തീവണ്ടിക്ക് മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്യുക. കാരണം അവർക്ക് സമ്മർദ്ദം താങ്ങാൻ പറ്റുന്നില്ല. യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തവർക്കാണെങ്കിൽ കുഴപ്പമില്ല, ജയിലിൽ പോകാൻ തയ്യാറില്ല, അതിനൊരു ന്യായമുണ്ട്. ഇതങ്ങനെയല്ല, പാർട്ടിക്ക് വേണ്ടി കുറ്റം ഏറ്റ ആളുകളായിരുന്നു അതിനകത്തുണ്ടായിരുന്നു. എല്ലാവരും അല്ല, അതിൽ ചിലരെങ്കിലും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. പലരും പാർട്ടിക്കാരുടെ വാക്ക് വിശ്വസിച്ച് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ചാടി പുറപ്പെടും. യഥാർത്ഥത്തിൽ ഉൾപ്പെട്ടവർ തന്നെ അവിടെ നിന്നില്ല, ഗൂഢാലോചനയ്ക്കോ അല്ലെങ്കിൽ ഈ കൊലപാതകങ്ങൾക്ക് സഹായം ചെയ്തവരൊക്കെ ഉണ്ടോ. ഇവരൊക്കെ പ്രതികളായി കഴിയുമ്പോൾ കോടതിയിൽ കയറി ഇറങ്ങി നടന്ന് അവരുടെ ജീവിതം ഒരു പരുവത്തിലായി പോകും. അവർ ന്യായമായിട്ട് സത്യസന്ധമായ എന്തെങ്കിലും ജോലിക്കോ മറ്റെന്തെങ്കിലും തൊഴിലിലോ പോകാൻ താല്പര്യപ്പെട്ടവരെ. മാത്രമല്ല, ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ ഈ കേസിലെ പ്രതികൾക്ക് വളരെ കാലം ജാമ്യം കിട്ടിയില്ല. സാധാരണ ഇങ്ങനെ പതിവില്ല. വിചാരണ തടവുകാരായിട്ട് ഇവർ വളരെയധികം കാലം ജയിലിൽ കഴിയേണ്ടതായിട്ട് പോകുന്നു. കാരണം CBI കൃത്യമായിട്ട് അന്വേഷിക്കും, ഇവരെ പൂട്ടുന്ന രീതിയിലുള്ള തെളിവ് കൊടുക്കും. അതുകൊണ്ട് കോടതി മാത്രമല്ല, ഇങ്ങനെയുള്ള പ്രതികളെയൊക്കെ തുറന്നു വിട്ടാൽ അത് പൊതുസമൂഹത്തിന് തന്നെ വലിയൊരു ഭീഷണിയാണ്. ഇവർ പരോളിലിറക്കിയിട്ട് അല്ലെങ്കിൽ ജാമ്യത്തിലിറക്കിയിട്ട് എന്തൊക്കെ കൊലപാതകം നടത്തുന്ന ആർക്കറിയാൻ പാടില്ല. അതുകൊണ്ട് ഇവർക്ക് ജാമ്യം കിട്ടിയില്ല. പൊതു മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു. അപ്പോൾ ജാമ്യം കിട്ടാതെ ജയിലിൽ കിടന്നു. അങ്ങനെ ഇവരുടെ ജീവിതം മൊത്തത്തിൽ ബോറടിച്ചു പോയി. അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കേണ്ട പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആവശ്യമാണ്. കാരണം വെച്ചാൽ നിങ്ങളെ ശിക്ഷിച്ചു, നിങ്ങൾ പാർട്ടിക്ക് വേണ്ടി കൊലപാതകം ചെയ്തു, നിങ്ങളെ കോടതി ശിക്ഷിച്ചു, എന്നാലും നിങ്ങളുടെ കുടുംബത്തെ ചെലവ് നടത്തുന്നത് ഞങ്ങളാണ്, നിങ്ങൾക്ക് വേണ്ടി ഇനിയും കേസ് നടത്തേണ്ടത് ഞങ്ങളാണ്. പാർട്ടിക്ക് രാഷ്ട്രീയ പിന്തുണ പിൻവലിക്കാമല്ലോ. പാർട്ടിയുടെ താല്പര്യത്തിനെതിരായ രീതിയിൽ കോടതിക്കകത്ത് വികാരപ്രകടനം നടത്തിയ ആളാണ്. തനിക്കിനി മേലിൽ പാർട്ടിയുടെ പിന്തുണയില്ല, പാർട്ടി തനിക്ക് വേണ്ടി വക്കീലിനെ വയ്ക്കുകയില്ല, അല്ലെങ്കിൽ ആ വക്കീലിനെ വെച്ചാൽ അയാളുടെ ഫീസ് പാർട്ടി കൊടുക്കുകയില്ല എന്ന് പറഞ്ഞാൽ സംഗതി ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇവരിൽ പാർട്ടിക്ക് ഒരു വിശ്വാസം ഉണ്ടാവും, പാർട്ടിയിൽ ഇവർക്കൊരു വിശ്വാസം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഈ പ്രതികളുടെയൊക്കെ വീട്ടിൽ മുതിർന്ന നേതാക്കൾ സന്ദർശിക്കും. ഒന്നും പേടിക്കേണ്ട, പാർട്ടി നിങ്ങളുടെ കൂടെ ഉണ്ട്. ഈ പാർട്ടി പാവങ്ങളുടെ പാർട്ടിയാണ്, രക്തസാക്ഷികളുടെ പാർട്ടിയാണ്, ഇതുപോലുള്ള കൊലപാതകം നടത്തുന്ന പ്രതികളുടെ പാർട്ടിയാണ് എന്നൊരു ഉറപ്പ് നൽകാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ നേതാക്കന്മാരൊക്കെ വീട്ടിൽ പോയത്. കാരണം ആ വിധിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നേതാക്കന്മാർക്ക് പ്രത്യേകിച്ച് യാതൊരു ഛേദവും ഉണ്ടാകുന്നില്ല. അവർ നേതാക്കന്മാരായിട്ട് തുടരുന്നു. അവർ എയർ കണ്ടീഷൻ ചെയ്ത കാറിൽ നടന്നിട്ട് വിപ്ലവത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നു. ഈ പാവപ്പെട്ട ചെറുപ്പക്കാർ, ഞാൻ പറഞ്ഞത് കൊല്ലപ്പെട്ടവരെ കുറിച്ച് മാത്രമല്ല, കൊല ചെയ്തവരെക്കുറിച്ചാണ്. കൊല ചെയ്തവർ അവരെന്തിനുവേണ്ടി കൊല ചെയ്തേ? അവർക്ക് ഈ കൃപേഷോടോ ശരത്ലാലിനോട് വല്ല വിരോധമുണ്ടോ? ഇല്ല. പാർട്ടിയിലെ ഒരു നേതാവ് അല്ലെങ്കിൽ വേറെ നേതാവ് പറയണം അവരെ പോയി കൊല്ലുക എന്ന് പറഞ്ഞു, പോയി കൊന്നു, അത്രേ ഉള്ളൂ. ഈ റജി ലൂക്കോസ് എന്താ ഇതിന് ന്യായീകരിക്കാത്ത അദ്ദേഹം കോട്ടയക്കാരനായതുകൊണ്ടാണ്. അവിടെ ഇങ്ങനെ ഒരു പരിപാടിയില്ല. ഇപ്പോൾ എറണാകുളം ജില്ലയിൽ ഞങ്ങളൊക്കെ എത്ര സമാധാനമായിട്ട് ജീവിക്കണം. ഇവിടെ മാർക്സിസ്റ്റുകാരും ഉണ്ട്, RSSകാരും ഉണ്ട്, കോൺഗ്രസ്സുകാരും ഉണ്ട്, ലീഗുകാരും ഉണ്ട്. ഓരോരുത്തർക്കും അവരവരുടെ രാഷ്ട്രീയം, അതിനപ്പുറത്ത് താല്പര്യം. CPMകാർ, കോൺഗ്രസ്സുകാർ, BJPക്കാരോ ലീഗുകാരോ ആരെങ്കിലും കൊല്ലാൻ പോകുന്നുണ്ടോ? കൊല്ലാൻ പോകുന്നില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ രാഷ്ട്രീയ എതിരാളികളെ വെട്ടിക്കൊന്നിട്ടൊന്നും ഈ രാജ്യത്ത് സോഷ്യലിസമോ തൊഴിലാളി വർഗ സർവാധിപത്യമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളത് എറണാകുളം ജില്ലക്കാർക്കറിയാം. ഇവിടെ അങ്ങനത്തെ പരിപാടി നടക്കില്ല. കോട്ടയം ജില്ലയിൽ നടക്കില്ല, ഒരു ജില്ലയിൽ നടക്കില്ല. പിന്നെ ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടാവും, അതല്ലാതെ സാധാരണ രീതിയിൽ ചെയ്യില്ല. ഇത് ഈ കുടിപ്പകയായിട്ട് കൊണ്ടു നടക്കുന്ന ചില ആളുകളുണ്ട്. ഈ ജയരാജനൊക്കെ അതിൽപ്പെട്ട ആൾക്കാർ. ഇയാൾ ഈ ബ്രാം സ്റ്റോക്കറുടെ പ്രസിദ്ധമായ ഡ്രാക്കുളയിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു നീച കഥാപാത്രമായിട്ട് എനിക്ക് തോന്നില്ല. രക്തദാഹിയായ ഒരു നേതാവ്, കൊലപാതകം ചെയ്യാൻ ഒരു അറപ്പുമില്ലാത്ത, എത്ര ആളെ കൊന്നു എന്നുള്ളത് ഒരു വലിയ കേമത്തമായിട്ട് കരുതുന്ന ഒരാളാണ് ഈ ജയരാജൻ. അയാളുടെ മോദക്ക് നോക്കിയിരുന്നു. സത്യത്തിൽ ഈ എന്റെ സമയം പൂർണ്ണമായും പൂർത്തിയാവുകയാണ്. ഞാനൊന്ന് ഇടപെട്ടുകൊള്ളട്ടെ. ഞാൻ ഇടപെടുന്നതിലുണ്ട്, ക്ഷമിക്കുകയും വേണം പാനലിസ്റ്റുകൾ. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്നുള്ള പ്രാകൃതമായ ഗോത്രീയമായ രീതിയിലുള്ള പകപോക്കലുകൾ രാഷ്ട്രീയത്തിൽ കുടിയിരിക്കുന്ന കാലത്താണ് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്, നമ്മുടെ കൂടപ്പിറപ്പുകൾക്ക് ജീവൻ നഷ്ടമാകുന്നത് കണ്ടു നിൽക്കേണ്ടി വരികയും ചെയ്യുന്നത്. അതില്ലാത്തൊരു കേരളം എന്നുള്ളതാകട്ടെ
മുന്നോട്ടുള്ള ഏറ്റവും വലിയ സ്വപ്നം?